സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല ഇറങ്ങുമെന്ന് മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൻസിലു എന്ന് പറഞ്ഞാൽ യൻസിലു, അതിന് നിങ്ങൾ വിശദീകരണം കൊടുക്കാൻ പോണ്ട. അല്ലാഹുവിന് വജ്ഹ് ഉണ്ടെന്ന് പറഞ്ഞാൽ വജ്ഹ് തന്നെ, അതിനെ വിശദീകരിക്കേണ്ടതില്ല. മൊയ്തീൻ ശൈഖ് തങ്ങൾ അല്ലാഹു തആലക്ക് കൈയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ അതിന് മലയാള അർത്ഥത്തിൽ വെച്ചതല്ലേ? അങ്ങനെ വെക്കാൻ പാടില്ല. അതിന്റെ വിശദീകരണം എങ്ങനെ കൊടുക്കണം? ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശർഹ് മുസ്ലിമിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. യൻസിലു റബ്ബുനാ തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ ഹീന യബ്കാ സുലുസുൽ ലൈലിൽ ആഖിർ ഫയഖൂലു മൻ യദ്ഉനി ഫസ്തജീബ ലഹു വമൻ യസ്അലുനി ഫഅതിയഹു വമൻ യസ്തഗ്ഫിറുനി ഫഗ്ഫിർ ലഹു എന്ന് പറയുന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ശർഹ് മുസ്ലിമിൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു ഇതിനെ വിശദീകരിക്കുന്നു. എന്താ വിശദീകരണം? ഹാദൽ ഹദീസ് മിൻ അഹാദീസ് സിഫാത്തി വഫീഹി മദ്ഹബാനി. ഈ യൻസിലു റബ്ബുനാ എന്ന് പറഞ്ഞാൽ മുജാഹിദിന്റെ ഭാഷയിൽ അല്ലാഹു ഇറങ്ങുമെന്ന് പറയുന്നതിന്റെ ഹദീസിന്റെ പശ്ചാത്തലം, അതിന്റെ വിശദീകരണത്തിൽ രണ്ട് മദ്ഹബാണുള്ളത്. ആ ഹദീസിൽ രണ്ട് മദ്ഹബാണ്, രണ്ട് മദ്ഹബുണ്ട്. ആ രണ്ട് മദ്ഹബുകൾ ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുന്നു. അന്ന അഹദഹുമാ വഹുവ മദ്ഹബു ജംഹൂരിസ് സലഫി വബഅദുൽ മുതകല്ലിമീന. സലഫിൽ നിന്ന് ജംഹൂറും മുതകല്ലിമീങ്ങളിൽ നിന്ന് ബഅദും ഈ മദ്ഹബുകാരാണ്. അന്നഹു യുഅ്മിനു ബിഅന്നഹാ ഹഖ്ഖുൻ അലാ മാ യലീഖു ബില്ലാഹി തആല. എന്താണ് യൻസിലു എന്നുള്ള വിശേഷണം? അല്ലാഹുവിന് യോജിച്ച നിലയിൽ വിശ്വസിക്കണം. ഇതാണ് ഒന്നാമത്തെ വഴന. യൻസിലു എന്നുള്ള വിശേഷണം അല്ലാഹുവിന് യോജിച്ച നിലയിൽ വിശ്വസിക്കണം. ഇനി പറയുന്നത് നോക്കൂ. വഅന്ന ളാഹിറുൻ വഅന്ന ളാഹിറഹൽ മുതആറഫ ഫീ ഹഖ്നാ ഗൈറു മുറാദ്. ഇനിയോ നമ്മുടെ ഇടയിൽ അറിയപ്പെട്ട ളാഹിറായ ഇറക്കം, നമ്മുടെ ഇടയിൽ അറിയപ്പെട്ട ളാഹിറായ ഇറക്കം എന്ന് പറഞ്ഞാൽ കൈയും കാലും കൊണ്ട് ഇറങ്ങുക എന്ന് പറയുന്ന ഇറക്കം ഇവിടെ അർത്ഥമല്ല. അങ്ങനെ അർത്ഥം വെക്കാൻ പാടില്ല. ഗൈറു മുറാദ് ഇവിടെ ഉദ്ദേശമേ അല്ല. അങ്ങനെ അർത്ഥം വെക്കാൻ പാടില്ല. ഒരു മദ്ഹബ് അനുസരിച്ച് വലായതകല്ലം ഫീ തഅ്വീലിഹാ, അവിടെ തഅ്വീൽ ചെയ്യാനേ പാടില്ല. അവിടെ നിങ്ങൾ വ്യാഖ്യാനിക്കാനേ പാടില്ല. സംസാരം അവിടെ ഇല്ല. എങ്ങനെ? മഅഇതികാദി തൻസീഹില്ലാഹി തആല അൻ സിഫാത്തുൽ മഖ്ലൂഖ്, അല്ലാഹുവിന്റെ സൃഷ്ടികളെ സിഫത്തുകൾ തൊട്ട് അല്ലാഹു തആല പരിശുദ്ധവാനാണെന്ന് വിശ്വസിക്കുന്നതോടുകൂടെ വഅനിൽ ഇന്തികാലി വൽ ഹറകാതി വസായിരി സിഫാത്തിൽ ഖൽഖി, അതെ നീങ്ങുക, അനങ്ങുക തുടങ്ങിയ സൃഷ്ടികളോട് തുല്യമായ മറ്റു സിഫത്തുകളെ തൊട്ടും അല്ലാഹു പരിശുദ്ധനാണ് എന്ന് വിശ്വസിക്കുന്നതോടുകൂടെ അല്ലാഹു തആലയെ ഈ വിഷയത്തിൽ ളാഹിറായിക്കൊണ്ട് നമ്മുടെ ഇടയിൽ ഇറങ്ങുമെന്ന് പറയുന്ന ആ വാചകം ഇതിന് കൊടുക്കാൻ പാടില്ല. ഇതിൽ സലഫിൽ നിന്ന് ജംഹൂറും മുതകല്ലിമീങ്ങളിൽ നിന്ന് ബഅദും ഈ മദ്ഹബുകാരാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് പഠിപ്പിക്കുന്നത് വസ്താനി, രണ്ടാമത്തെ മദ്ഹബ്, മദ്ഹബു അക്സരിൽ മുതകല്ലിമീന വ ജമാഅത്തിൻ മിനസ് സലഫ്. മുതകല്ലിമീങ്ങൾ അധികരിച്ചും സലഫിൽ നിന്ന് ഒരു വിഭാഗവും രണ്ടാമത്തെ മദ്ഹബുകാരാണ്. ഏതാ രണ്ടാമത്തെ മദ്ഹബ്? അന്നഹാ തതഅവ്വലു അലാ മാ യലീഖു ബിഹാ ബിഹസ്ബി മവാതിനിഹാ. ഈ സിഫത്തുകളുടെ സ്ഥലങ്ങൾ അനുസരിച്ചുകൊണ്ട് അല്ലാഹുവിന് യോജിച്ച നിലയിൽ വ്യാഖ്യാനിക്കണം. യൻസിലു റബ്ബുനാ എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്താണോ അത് വരുന്നത് അതിനനുസരിച്ചുള്ള വ്യാഖ്യാനം അതിന് കൊടുക്കണം. പോരാ. എന്നിട്ട് പഠിപ്പിക്കുന്നു ഫഅലാ ഹാദാ തഅവ്വലു ഹാദൽ ഹദീസ് തഅ്വീലൈനി. ഈ അടിസ്ഥാനത്തിൽ മുഹദ്ദിസീങ്ങൾ രണ്ട് നിലയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിൽ രണ്ട് നിലയിൽ മുഹദ്ദിസീങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഏതാണ്? അഹദുഹുമാ, ഒന്ന് തൻസീലു റഹ്മത്തുഹു വ അംറുഹു വ മലായികത്തുഹു. എന്താണ് ഒന്നാമത്തെ വ്യാഖ്യാനം? അല്ലാഹു തആല യൻസിലു റബ്ബുനാ എന്ന് പറഞ്ഞാൽ അവന്റെ റഹ്മത്ത് ഇറങ്ങും, ഒന്ന്. മറ്റൊന്ന് വഅംറുഹു, അല്ലാഹുവിന്റെ കൽപ്പന ഇറങ്ങും. മറ്റൊന്ന് വമലായികത്തുഹു, അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങും. ഇങ്ങനെയാണ് ഒരു വിശേഷണം. ഏതുപോലെ കമാ യുഖാലു ഫഅല സുൽത്താനു കദാ ഇദാ ഫഅലഹു അത്ബാഹു ബിഅംരിഹി. സുൽത്താൻ പ്രവർത്തിച്ചു എന്ന് പറയും. എപ്പോൾ ഒരാൾ പറയും സുൽത്താൻ പ്രവർത്തിച്ചു, അങ്ങനെ എപ്പോഴാ പറയാ? അവന്റെ സുൽത്താന്റെ കൽപ്പന, രാജാവിന്റെ കൽപ്പന പ്രജകൾ അംഗീകരിച്ച് പ്രവർത്തിച്ചാൽ സുൽത്താൻ പ്രവർത്തിച്ചു എന്ന് പറയും. ഇപ്പോൾ ഞാൻ വീടുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ വീടുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ മുഴുവൻ പണി ഞാൻ എടുത്തു എന്നല്ല. ഞാൻ അതിന്റെ പണിക്കാരെ ഏൽപ്പിച്ചു, പണിക്കാർ ആ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിച്ചു. അപ്പോൾ അങ്ങനെ വീടുണ്ടായി. എന്താ പറയാ? ഞാൻ വീടുണ്ടാക്കി എന്ന് പറയാ. അല്ലെങ്കിൽ പണിയെടുത്ത എല്ലാ ആൾക്കാരുടെയും പേരെണ്ണി അവർ വീടുണ്ടാക്കി എന്നല്ല പറയാ. ഞാൻ
ഞാനും വീടുണ്ടാക്കി എന്നതുപോലെ യുഖാലു ഫഅല സുൽത്താനു കദാ ഇദാ ഫഅലഹു അത്ബഅഹു ബിഅംരിഹി, ആ കൽപ്പന പ്രകാരം പ്രജകൾ ചെയ്തതുപോലെ ചെയ്താൽ രാജാവ് ചെയ്തു എന്ന് പറയുക എന്നതുപോലെയാണ് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും, അല്ലാഹുവിന്റെ കൽപ്പന ഇറങ്ങും, അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങും. വസ്സാനി, അവിടെയുള്ള രണ്ടാമത്തെ മദ്ഹബിൽ രണ്ടാമത്തത് അന്നഹു അലൽ ഇസ്തിആറതി അൽ ഇഖ്ബാലു അലാ ദാഈന ബിൽ ഇജാബതി വൽ ലുത്ഫി. വല്ലാഹു അഅലം. എന്താണ് അവിടെ പറയുന്നത്? എന്താ പറയുന്നത്? ദുആ ചെയ്യുന്നവരിലേക്ക് ഇജാബത്ത് കൊണ്ടും ലുത്ഫ് കൊണ്ടും കൃപ കൊണ്ടും അല്ലാഹു തആല ദുആ ചെയ്യുന്നവരിലേക്ക് ഇജാബത്ത് കൊണ്ടും കൃപ കൊണ്ടും ലുത്ഫ് കൊണ്ടും മുന്നിടും. അല്ലാഹു തആല ലുത്ഫ് കൊണ്ടും ഇജാബത്ത് കൊണ്ടും മുന്നിടും എന്നാണ് അതിനർത്ഥം. ഈ അർത്ഥമാണ് ഇവിടെ വ്യാഖ്യാനിക്കേണ്ടത്. ഈ അർത്ഥമാണ് ബഹുമാനപ്പെട്ട മഹാന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർ യദാനി അല്ലെങ്കിൽ യദുൻ അല്ലെങ്കിൽ വജ്ഹുൻ എന്ന് പറഞ്ഞത്. നിങ്ങൾ എന്തിനതിന് മഴ പറയണം, നിങ്ങൾ എന്തിനു സാരം പറയണം? അങ്ങനെ പറഞ്ഞ കുട്ടികൾ പന്തെറിയുന്നത് പോലെ അവിടെ പോലെ ഇവിടെ പോലെ എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കണം. അങ്ങനെ വ്യാഖ്യാനിക്കാനേ പാടില്ല എന്ന് ശർഹ് മുസ്ലിമിൽ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? ശർഹ് മുസ്ലിമിലില്ലേ ഈ സംഭവം? അപ്പൊ കിതാബ് ഓതി പഠിച്ചാലേ ഈ വിഷയങ്ങൾ മനസ്സിലാവുള്ളൂ. വേഗം ഇതങ്ങ് വന്നിട്ട് ഇങ്ങനെയാണ് നിന്റെ വിവക്ഷ എന്ന് പറഞ്ഞു പോയാൽ മുഅ്മിനീങ്ങൾ പിടികൂടും കേട്ടോ. പണ്ഡിതന്മാർ ചോദ്യം ചെയ്യും. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇതിനുള്ള വിവക്ഷ അങ്ങനെ കൊടുത്തത്. ഇനി മായിൻ സഖാഫി, അലവി സഖാഫി, കൊളത്തൂരി അല്ലെങ്കിൽ സുലൈമാൻ സഖാഫി അങ്ങനെ എഴുതിയില്ലേ? അവരങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ മദ്ഹബ് പ്രകാരമാണ്. ഏത് മദ്ഹബ് പ്രകാരം? വാഹിറായ മഅന കൊണ്ട് മുറാദ് വെച്ചതല്ല. അവരങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും, അല്ലാഹുവിന്റെ കൽപ്പന ഇറങ്ങും, അല്ലാഹുവിന്റെ മലായികത്തുകൾ ഇറങ്ങും എന്നാണ്. നിങ്ങൾ കൊടുത്തതുപോലെ വിവരണം കൊടുത്തിട്ടില്ല, വിവക്ഷ കൊടുത്തിട്ടില്ല, അങ്ങനെ അതിൽ വാചകമില്ല. അപ്പൊ ഈ രൂപത്തിലാണ് മഹാന്മാർ അതിനെ വിവക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനി വരുന്ന സമയത്തെങ്കിലും കിതാബ് നല്ലോണം ഓതിപ്പടിച്ചിട്ട് വരണം സഹോദരന്മാരെ. അപ്പൊ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ വിശദീകരിക്കണം. അതിനെ വാഹിദ് കൊണ്ട് വിശദീകരിക്കാൻ പാടില്ല എന്ന് മഹാന്മാർ അതിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആയിരിക്കട്ടെ, ഇനി സഹോദരന്മാരെ മനസ്സിലാക്കണം. നിങ്ങൾ പഠിപ്പിക്കുന്നതോ കൗസുദാനം നിങ്ങൾ പഠിപ്പിച്ചത് യദെന്ന് പറഞ്ഞാൽ യദൻ അതേ പ്രബോണ്ട. അശ്അരി തങ്ങൾ പറഞ്ഞാൽ യദ് എന്ന് പറഞ്ഞാൽ വജ്ഹ് എന്ന് പറഞ്ഞാൽ വജ്ഹിനെ വിശദീകരിക്കേണ്ട. നിങ്ങൾ ആ അറബിയിൽ എടുത്തിട്ട് യദാനി രണ്ട് കൈയുണ്ടല്ലോ, വജ്ഹുൻ മുഖമുണ്ടല്ലോ, അങ്ങനെ പറയരുത് സുഹൃത്തുക്കളെ. അതാണ് ഇമാം നവവി തങ്ങൾ പറഞ്ഞത്. രണ്ട് മദ്ഹബാണ്. ആ രണ്ടിൽ ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിക്കാൻ പറ്റില്ലെങ്കിൽ രണ്ട് മദ്ഹബ് സ്വീകരിക്കാം. ആ രൂപത്തിലേ നമ്മൾ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ പഠിപ്പിക്കുന്നത് അല്ലാഹുവിന് രൂപം, നേരത്തെ ഞാൻ പറഞ്ഞു, അല്ലാഹുവിന് ശരീരമുണ്ടെന്ന് വിശ്വസിക്കണം. ഏതാ ശരീരം? ഇത് ശരീരമാണോ? ഇത് ശരീരമാണോ? വാച്ച് ശരീരം എന്ന് പറഞ്ഞാൽ ബോഡി, ശരീരം. അപ്പൊ അല്ലാഹുവിന് ശരീരമുണ്ടെന്ന് വിശ്വസിക്കണം. ഇത് വ്യാഖ്യാനമല്ലേ? ഇങ്ങനെ വ്യാഖ്യാനിക്കാനാണോ ഇമാം നബവി തങ്ങൾ പറഞ്ഞത്? എടുക്കൂ, ഇതാ അല്ലാഹു ഭാഗം, സ്ഥലം, രൂപം, ശരീരം, ചലനം തുടങ്ങിയവ ഇല്ലാത്തവനാണെന്ന വിശ്വാസം മുഅ്തസിലി തൗഹീദാകുന്നു. അല്ലാഹു എന്ന് ഉള്ള പുസ്തകത്തിന്റെ കേന്ദ്രം പ്രസിദ്ധീകരിച്ച അല്ലാഹു എന്ന പുസ്തകത്തിന്റെ പേജ് 94 9-4 പറയുന്നു. എന്താ പറയുന്നത്? അല്ലാഹു തആലക്ക് ശരീരം ഉണ്ടെന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവന്റെ വിശ്വാസം തെറ്റാണ്. അല്ലാഹുവിന് ശരീരമുണ്ടെന്നുള്ള വിശ്വാസം ഇതാണോ വിശ്വാസം? ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. അപ്പൊ കിതാബ് ഇങ്ങനെ കിട്ടിയപ്പോ ഉന്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അശ്വരി തങ്ങൾ അതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അജൂരി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പർ വിളമ്പി വന്നപ്പോ മൂപ്പർ വിചാരിച്ച് ഇത് പറഞ്ഞാൽ ഏകദേശം ഫിറ്റാകാൻ സാധ്യതയുണ്ട്. അതും അതൊക്കെ കണ്ടവർ തന്നെ നമ്മൾ, അത് പഠിച്ചവരാണ്. അതിനെ ശർഹ് മുസ്ലിമിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആ വ്യാഖ്യാനം നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി നിങ്ങൾ സഹോദരന്മാരെ മനസ്സിലാക്കൂ. ഇനി അങ്ങനെ വിശ്വസിച്ചാൽ അല്ലാഹു തആലക്ക് ശരീരം, അല്ലാഹു തആലക്ക് ചലനം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അവന്റെ അവസ്ഥ എന്താ? സുഹൈൽ തങ്ങളല്ല, ശംസുൽ ഉലമയല്ല, കാന്തപുരമല്ല, ഉള്ളാളത്തെ തങ്ങളല്ല, ഇവിടെയുള്ള പണ്ഡിതന്മാരല്ല പറയുന്നത്. അല്ലാഹുവിന് ശരീരമുണ്ടെന്നും ചലനമുണ്ടെന്നും ബോഡിയുണ്ടെന്നും വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസം എന്താണെന്ന് 1952 ജനുവരി മാസം 20 പുറത്തിറക്കിയ നിങ്ങളെ ഫതാവ അൽമനാരിൽ അതേ KM മൗലവി ഫത്വ കൊടുത്തു. എന്താ കൊടുത്തത്? അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ അല്ലാഹുവിന് ശരീരവും അല്ലാഹു തആലക്ക് ചലനവും രൂപവും ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറായ മുബത്തദി ആണ്. അവൻ കാഫിറായ മുബത്തദി ആണ്. ആരാ പറയുന്നത്?
നിങ്ങളെ കെ മൗലവിന്റെ ഫത്വയാണ്. നിങ്ങൾ പറയുന്നതോ, നിങ്ങൾ നേരത്തെ പറഞ്ഞതോ അല്ലാഹു തആലക്ക് ചലനം, ശരീരം ചലനം ഉണ്ടെന്ന് വിശ്വസിക്കണം. കെ മൗലവി ഫത്വ കൊടുക്കുന്നു. അങ്ങനെ വിശ്വസിച്ചാൽ അവൻ പിഴച്ച കാഫിറായി പോയി. ഏതാ വിശ്വസിക്കുക സഹോദരന്മാരെ? ഏതാ വിശ്വസിക്കുക? ഇദ്ദേഹത്തിന്റെ ഫത്വ വന്നു. ഇദ്ദേഹത്തിന്റെ ഫത്വ എന്താ വന്നത്? അങ്ങനെ വിശ്വസിച്ചാൽ കാഫിറായി പോയി. എപ്പോഴാ വന്നത്? 1952. 1952 കെ മൗലവി ഫത്വ കൊടുത്തു. അങ്ങനെ അള്ളാഹ്ക്ക് ഭാഗവും ശരീരമുണ്ടെന്ന് വിശ്വസിച്ചാൽ കാഫിറായി പോയി. അപ്പൊ ഇവർ എന്ത് ചെയ്തു? അതിനെ ഭേദഗതി ചെയ്യണം. എന്നിട്ടോ ഈ വിശ്വാസത്തിൽ നിന്ന് മാറിയിട്ട് അല്ലാഹു തആലക്ക് കയ്യും കാലൊക്കെ ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കണം. കെ എം മൗലവി പറഞ്ഞത് അല്ലാഹു തആലക്ക് കയ്യും കാലും ശരീരം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ കാഫിറായി പോകുന്ന ആ വിശ്വാസം മാറ്റണം. ആ വിശ്വാസം മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം? വഹി വരണം. ആര് വഹി കൊണ്ടുവരണം? ജിബ്രീൽ വരുമോ? വഹി കൊണ്ട്? ഇല്ല. പിന്നെ ഇവരെ വഹി ഏതാ? ഇവർ ജമിയത്തുൽ ഉലമയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറയുന്നു, സഹോദരന്മാരെ, 2001 ജൂൺ 4 പുളിക്കലിൽ ചേർന്ന യോഗം, മലപ്പുറം ജില്ലയിലെ പുളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവര് അഫ്ദൽ ഉലമയുടെ കോളേജുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് ഒരു യോഗം കൂടിയിട്ട് തീരുമാനിക്കുന്നത്. ഞാൻ വെറുതെ പറയല്ല. ഫത്താവയിൽ കെ എം മൗലവി കൊടുത്ത ഫത്വ അങ്ങനെ വിശ്വസിച്ചാൽ കാഫിറാണെന്നാണ്. പിന്നീട് അവർ പറയുന്നത് 2001 അവർ പറയുന്നത് വിശ്വാസം അങ്ങനെ തന്നെ വിശ്വസിക്കണം, എന്നാലേ നമുക്ക് കാര്യം നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരിതാ 2001 ജൂൺ 4 പുളിക്കൽ മദീനത്തുൽ ഉലൂമിൽ ചേർന്ന കേരള ജമിയത്തുൽ ഉലമ നിർവാഹക സമിതി യോഗ തീരുമാനങ്ങളിൽ 3-ാം തീരുമാനത്തിലെ ഒരു ഭാഗം ഈ തീരുമാനമാണ്. അല്ലാഹു തആലക്ക് കയ്യും കാലും ഉണ്ടെന്ന് വിശ്വസിക്കണം, ഫത്താവ മുമ്പ് പറഞ്ഞതൊക്കെ തള്ളണം എന്ന് യോഗം കൂടി തീരുമാനിക്കുന്ന പരിപാടിയാണ്. നമ്മൾ യോഗം കൂടി തീരുമാനിക്കുന്നതല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബ, ഖുലഫാഉർ റാഷിദീങ്ങൾ, താബിഈകൾ കാണിച്ച മാർഗ്ഗമെന്തോ അത് മുറുകെ പിടിക്കല. യോഗ തീരുമാനമല്ല ദീനിന്റെ കാര്യം. പുളിക്കലിൽ ചേർന്നാൽ ഇസ്ലാമിന്റെ യോഗ തീരുമാനമാകും. പുളിക്കലിൽ ചേർന്ന യോഗ തീരുമാനം മാറ്റിമറിച്ചു. നിങ്ങൾക്ക് മലയാളം അറിയുന്നവർക്ക് ഇത് നോക്കാലോ. എത്ര പ്രാവശ്യക്കാരോട് ചോദിക്കുന്നു, യോഗ തീരുമാനമാണ്. അവർ സംസ്ഥാന വൈസ് പ്രസിഡന്റാ പറയുന്നത്. അപ്പോ അതിൽ ഭേദഗതി നടത്തിക്കൊണ്ട് വിശ്വാസം മാറ്റിയെടുത്തു. ഇങ്ങനെ പലതും പറഞ്ഞ് പ്രചരിപ്പിച്ചു. ആ പ്രചരണമാണ് നമ്മളിവിടെ കാണിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അള്ളാനെ കളിയാക്കിയില്ലേ, കല്ലായി പാലത്തിന് എത്ര വലിപ്പമുണ്ടെന്ന് പറഞ്ഞില്ലേ, ആരാ പറയിപ്പിച്ചത്? നിങ്ങളല്ലേ പറയിപ്പിച്ചത്. 953 ഒന്ന് പറയുക, 2001 ഒന്ന് പറയുക, അതിനുശേഷം വേറെ പറയുക. യോഗം കൂടിയിട്ട് അള്ളാന്റെ കയ്യും കാര്യം തീരുമാനിക്കുക. സൃഷ്ടാവിന്റെ തീരുമാനം പിന്നെ എടുക്കുന്നത്. സൃഷ്ടാവിന്റെ തീരുമാനം യോഗം കൂടിയിട്ട് എടുക്കുന്നത്. അള്ളാഹ് എന്തെല്ലാം വേണം ഓരോ തീരുമാനിക്കേണ്ടത്. എവിടുന്ന്? മലപ്പുറം ജില്ലയിലെ പുളിക്കൽ. സുബ്ഹാനല്ലാഹ്. എന്റെ വിശ്വാസികൾ, എന്റെ സഹോദരന്മാരെ, മുജാഹിദ് സുഹൃത്തുക്കളെ, നിങ്ങൾ അകപ്പെട്ടു പോയെങ്കിൽ ചിന്തിച്ചുകൂടെ? വളരെ വ്യക്തമായി മലയാള ഭാഷയിൽ എന്ന് നമ്മൾ പഠിച്ച മലയാള ഭാഷയാണ് സംസാരിക്കുന്നത്. ഭാഷയ്ക്ക് മാറ്റമില്ല. മനസ്സിലാകുന്നില്ലേ നിങ്ങൾക്ക്? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? എന്നിട്ട് ഇവരെന്ത് ചെയ്തെന്നറിയോ? ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷേറെ മുബാറക്കിനെ കളിയാക്കി. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. നമ്മുടെ പണ്ഡിതന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ പണ്ഡിതന്മാർക്കും, മരിച്ചുപോയ ശംസുൽ ഉലമയായാലും സുന്നത്ത് ജമാഅത്തിന്റെ ഹഖായ ദീൻ ആ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് മുഴുവൻ അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. ദീനിന്റെ വിഷയത്തിൽ ഞങ്ങൾ ഒന്നാ മനസ്സിലാക്കി വെച്ചോ. അത് സംസാരിക്കാൻ ഇനി വരേണ്ടത്. ആ കാന്തപുരം ഉസ്താദിന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നപ്രകാരം തിരുകേശം ഖസ്റജി എന്നവർ കൊടുത്തപ്പോ ഇയാൾ പറയാണ്, കേരളത്തിലെ കളവിന് കയ്യും കാലും മുളച്ചാൽ ഇജ്ജാതി സാധനങ്ങളെ കവച്ചു വെക്കാൻ വേറെ ആരുണ്ടാവില്ല. കണ്ടാമൃഗം പോലും നാണിക്കും. എ പി ഉസ്താദിന് സ്വപ്നം കണ്ട പ്രകാരമാണ് ഖസ്റജി തങ്ങൾ കൊടുക്കുന്നത്. ഒരാൾ സ്വപ്നം കണ്ടാൽ ഇപ്പൊ ഇല്ല എന്ന് പറയുന്നത്. ഞാൻ സ്വപ്നം കണ്ടാൽ ഞാൻ ഇപ്പൊ കണ്ടെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ നിഷേധിച്ചെന്ന കാര്യം ഞാൻ കണ്ടു, എന്ത് ചെയ്യും അതിന്? ഞാൻ ഉറങ്ങുമ്പോൾ സ്വപ്നം കണ്ടു, അപ്പൊ നിങ്ങൾ നിഷേധിച്ചാൽ ഇപ്പൊ നിഷേധാവോ? അപ്പൊ ഖസ്റജി തങ്ങൾ സ്വപ്നം കണ്ടതനുസരിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടതനുസരിച്ച് അവർ കൊടുത്തു, ഷേറെ മുബാറക്ക് കൊടുത്തു. അത് നമ്മുടെ വളവട്ടം ക്രസന്റിൽ നിന്നും പുറത്തിറക്കിയ സപ്ലിമെന്റ്. ആ സപ്ലിമെന്റ് എടുത്തിട്ട് അദ്ദേഹം വായിക്കുന്നത്, കളവിന് കൈയും കാലും മുളച്ചാൽ ഈ കൂട്ടരെ കവച്ചു വെക്കാൻ ആരുമില്ല. ഈ കൂട്ടരെ കവച്ചു വെക്കാൻ അതിനെക്കാട്ടും വലിയ കൂട്ടരെ വരാൻ പോകുന്നത്. നിങ്ങളെ വിഭാഗത്തിന് കളവ് പറയുന്ന ക്ലിപ്പ് കിട്ടാണ്ടല്ലോ. ഈ സാമ്പിൾ വേണം. മൗലവി പറയും, ഒരു സാമ്പിൾ പിടിച്ചോ, ഇത് ഉദ്ദേശിച്ചതല്ല, ഇത് പറയാൻ തീരുമാനിച്ചതല്ല, ഒന്ന് സാമ്പിൾ കണ്ടോ, ഒന്ന് സാമ്പിൾ ഇട്ടോ എന്നൊക്കെ പറയും. അപ്പൊ സാമ്പിൾ മൗലവി ഒന്ന് കണ്ടോ, ഒരു സാമ്പിൾ. ആരാണ് കളവ് പറയുന്നത്? ഇവിടെ ക്ലിപ്പിംഗ് തട്ടിപ്പ് വിവരമാരെന്ന് പറയുന്നു. ഞാനിവിടെ കാണിക്കുന്ന ക്ലിപ്പിങ്ങുകൾ തട്ടിപ്പ് നടത്തിയതാണെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം.
നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. തട്ടിപ്പ് നടത്ത പരിപാടി നമുക്കില്ല. നിങ്ങൾ പല ക്ലിപ്പും തട്ടിപ്പ് നടത്തിയിട്ട് കാണിക്കുന്നു. നമ്മളിവിടെ തട്ടിപ്പ് നടത്തുന്ന പരിപാടി ഇല്ല. ഇവിടെ കാണിക്കാൻ പോകുന്നത് പച്ചക്കള്ളം. മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറഞ്ഞാൽ തന്നെ ഈക്വൽ അങ്ങനെയാണ്. അദ്ദേഹം പറയുന്ന പച്ചക്കള്ളം. ആരാ ഇവിടെ കളവ് പറയുന്നത്? എ പി ഉസ്താദിനെ ഹസരജ് സ്വപ്നം കണ്ട് അദ്ദേഹം പറഞ്ഞത് കളവാക്കിയവർ പച്ചക്കള്ളം എന്നാണ്. എന്നാൽ ബാലുശ്ശേരി പറയുന്ന അറിയോ, നമ്മൾ പിരിവ് നടത്താറില്ല. അദ്ദേഹം പറയാണ്, വിശ്വാസികളെ നമ്മൾ പിരിവ് നടത്താറില്ല, നിങ്ങൾ വേദനിപ്പിച്ചിട്ടില്ല, നിങ്ങൾ ആരും ഞങ്ങൾ കാശ് വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായ രംഗം സൃഷ്ടിക്കുന്നു ബാലുശ്ശേരി. അത് കാണൂ നിങ്ങൾ. പ്രസ്ഥാനം നിങ്ങൾക്ക് സമ്മാനമാണ് കേരളം, പടച്ചോന്റെ സമ്മാനമാണ് ISM, പടച്ചോന്റെ സമ്മാനമാണ് MSM, പടച്ചോന്റെ സമ്മാനമാണ് ഞങ്ങൾ നിങ്ങൾക്ക്. ഞങ്ങൾ നിങ്ങളോട് എങ്ങനെ പടച്ചോന്റെ സമ്മാനമാണ് നിങ്ങൾക്ക് ഞങ്ങൾ, അള്ളാഹുവിന്റെ സമ്മാനം ഇയാള് ഗിഫ്റ്റ് ഓഫ് ഗോഡ് പറയട്ടെ. സമ്മാനമാണ് ഞങ്ങൾ നിങ്ങൾക്ക്. ഞങ്ങൾ നിങ്ങളോട് പൈസ പിരിച്ചോ? ഉണ്ടോ? ഞങ്ങൾ നിങ്ങളോട് പൈസ പിരിച്ചോ? ഞങ്ങൾ നിങ്ങളോട് ഫണ്ട് വാങ്ങിയോ? ഉണ്ടോ? വെറുതെ ഉണ്ടായോ? പാട്ടപ്പിരിവ് നടത്തിയോ? ഉണ്ടോ? മയ്യത്തുസ്കരിച്ചിട്ട് പൈസ വാങ്ങിയോ? കല്യാണത്തിന് അൽഫാത്തി ഓതിട്ട് പൈസ വാങ്ങിയോ? ഗൾഫിലേക്ക് വിസ എടുത്ത് പോകുമ്പോൾ അൽഫാത്തി ഓതി പൈസ വാങ്ങിയോ? നിങ്ങൾ ചൂഷണം ചെയ്തോ? ഇല്ലല്ലോ. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഖ്ബാരി വറുഹ്ബാനി ലയഅകുലുന അംവാലൻ നാസി ബിൽ ബാതിൽ. സത്യവിശ്വാസികളെ, പണ്ഡിത പുരോഹിതന്മാരിൽ ഭൂരിപക്ഷവും ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുക. അതിൽ ഞങ്ങളില്ലല്ലോ. ഉണ്ടോ? ഞങ്ങളുണ്ടോ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക. 9-ാം അധ്യായം 34-ാമത്തെ വചനം. ഇങ്ങനെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലും നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടോ? ഇല്ല. ഭയങ്കര മുതലന്നെ. ദൈവത്തിന്റെ സമ്മാനം കൊടുക്കണം മുതല്. പിരിച്ചോ? ഇല്ല, പിരിച്ചിട്ടില്ല. പിന്നെ എന്താ പിരിച്ചത് മൗലവി? പെണ്ണുങ്ങളെ വശീകരിച്ചിട്ട് സ്വർണം വേണോ സ്വർഗം വേണോ? സ്വർഗത്തിന്റെ പേര് പറഞ്ഞ പെണ്ണുങ്ങളെ സ്വർണ്ണം പിടിച്ചു പറിക്കാൻ മൗലവി, അത് പിരിവല്ലേ? സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റുണ്ടേ അവിടെ ഇടുക. 1 പവൻ, 2 പവൻ, 5 പവൻ. ഇത് വെറുതെ പറയല്ല. സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. എന്താണ്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്താ വേണ്ടത്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. എന്താ വേണ്ടത്? സ്വർഗം വേണമോ സ്വർണം വേണമോ? എന്നിട്ട് ബക്കറ്റിൽ നിക്ഷേപിക്കുക. നേരത്തെ പറഞ്ഞതോ ഞങ്ങൾ പിരിവ് നടത്തിയിരുന്നോ? ഉണ്ടോ? ഭയങ്കര സംസാരം. അപ്പൊ കേട്ട വല്ലാത്ത മുത്തക്കി തന്നെ. പെണ്ണുങ്ങളെ പൊന്ന് പിടിച്ചു പറിക്കുക. അത് പൊന്നിന്റെ വിഷയം വേറെ. ഇനിയോ ഈ മനുഷ്യൻ തന്നെ പൈസ വാങ്ങുന്നുണ്ട്. എങ്ങനെ വാങ്ങുന്നത്? എല്ലാവരും സഹായിക്കണം, എല്ലാവരും നല്ല നല്ല സംഖ്യ തരണം. വലിയ നോട്ട് തരാൻ ആഗ്രഹിക്കുന്നവർ എന്റെ ഫോൺ നമ്പർ വന്നപ്പോഴോ? എന്താ മനുഷ്യൻ ഇത്? 1000-ന്റെ വലിയ നോട്ട് തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാനുമായി ബന്ധപ്പെടണം. കാരണം ബക്കറ്റിലിട്ടാ സംഘാടകർ എടുക്കും, എനിക്ക് കിട്ടൂലോ. അപ്പൊ പിന്നെ ഫോൺ വിളിച്ചു കൊടുത്താലേ മൂപ്പർക്ക് എടുക്കുള്ളൂ. ഭാര്യക്കും മക്കൾക്ക് ചെലവ് കൊടുക്കണ്ടേ? അപ്പൊ 1000-ന്റെ നോട്ട് നിങ്ങൾ നേരിട്ട് എനിക്ക് തരണം, എന്റെ ഫോൺ നമ്പർ വാങ്ങിയിട്ട്. അദ്ദേഹം തന്നെ ഇത് കട്ട് ചെയ്തതല്ല, ഇത് മുറിച്ചതല്ല, കട്ടല്ല, നേർക്കുനേർ എന്നത് കാണിച്ചു. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. കണ്ടോ? വലിയ സംഖ്യ ആരെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹം നമ്പർ വാങ്ങണം. എന്നിട്ടോ അതൊരു ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിട്ട് അയച്ചു കൊടുക്കണം. മണി ഓർഡർ ആയിട്ട് അയച്ചു കൊടുക്കാൻ. വലിയ സംഖ്യ ചെറുതൊന്നും മൂപ്പർ വാങ്ങൂല. സ്വർണ്ണം പിന്നെ ബക്കറ്റിലായിട്ട് എടുക്കാനോട്ട് ആവില്ല. അതാണ് മൂപ്പർ പരിപാടി. എന്നിട്ട് സഹോദരന്മാരെ, എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ സ്വപ്നം കണ്ട വിഷയം വിശദീകരിച്ചിട്ട് മൗലവി പറയുന്നത്, ഒരു പ്രാവശ്യം മുണ്ടേരി മൗലവി ഇട്ടിട്ട് വില പോകാതെ പോയതാ. 2ാമത് വന്നിട്ട് ഇയാൾ ഇട്ടിട്ട് 3ാമത് ഇട്ട്. എന്താ വിഷയോ? പേരോട് ഉസ്താദ് സ്വപ്നത്തിനെതിരാണ്, സ്വപ്നം കണ്ട വിശ്വസിക്കാൻ പാടാതെ പേരോട് ഉസ്താദ് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ എന്റെ മൗലവി, ആ ക്ലിപ്പ് കക്കുന്നവരല്ല നിങ്ങളെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ആ പേരോട് ഉസ്താദിന്റെ സ്വപ്ന വ്യാഖ്യാനത്തിന്റെ ക്ലിപ്പ് നിനക്ക് ആണത്വമുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ടിടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ?
ധൈര്യമുണ്ടെങ്കിൽ മടക്കരയുള്ള വിശ്വാസികൾക്ക് പേരോട് ഉസ്താദിന്റെ ആ ക്ലിപ്പ് മുഴുവൻ ഇട്ട് കൊടുക്കണം. അത് ഉസ്താദ് വിശദീകരിക്കുന്നുണ്ട്. ഉസ്താദ് സ്വപ്നത്തിന്റെ ലാഹിറായ വിഷയങ്ങൾ, മോശമായ രൂപത്തിലുള്ള ചിന്താഗതികളുടെ സ്വപ്നങ്ങൾ, അതിനെപ്പറ്റിയാ വിശദീകരിക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് പേരോട് സ്വപ്നത്തിന് ഇതിനാണ് കാന്തപുര സ്വപ്നത്തിന് ഷെയർ മുബാറക്ക് വാങ്ങി. സ്വപ്നത്തെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായോ? വല്ലതും നിങ്ങൾ പഠിച്ചോ? സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിൽ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിന്റെ 29-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്. സ്വപ്നത്തിന്റെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരെങ്കിലും സ്വപ്നം കണ്ടാൽ, നിന്നെ പോലുള്ള മൗലവിമാരെ സ്വപ്നം കണ്ടാലല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറയുന്നത്. എന്താ പറയുന്നത്? മൻ റആനി ഫിൻ നൗമി ഫഖദ് റആനി. നിങ്ങൾ ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അത് തീർച്ചയായും ഞാൻ തന്നെയാണ്, അതിൽ സംശയിക്കേണ്ടതില്ല. എന്റെ രൂപത്തിൽ ഒരു ശൈത്താൻ പോലും നിങ്ങൾക്ക് ഫഇന്നഹു ലാ യംബഗി ലിശൈത്താനി അൻ യതശബ്ബഹ ബി. എന്റെ രൂപം കോലം കെട്ടി ഒരു ശൈത്താനും കാണിക്കാൻ കഴിയില്ല. നിങ്ങൾ എന്നെ സ്വപ്നം കണ്ടാൽ അത് ഞാൻ തന്നെയാണെന്ന് സ്വഹീഹ് മുസ്ലിമിലാ പറയുന്നത്. ആരാ പറയുന്നത്? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വപ്നത്തിൽ കണ്ടാൽ കണ്ടെന്ന് പറയണ്ടേ? സ്വപ്നത്തിൽ കണ്ടാ പിന്നെ കണ്ടിട്ടില്ല എന്നാ പറയേണ്ടത്. അപ്പൊ കണ്ട സ്വപ്നം അത് ഹക്കാണ്. ആരെ കാണണം? ഈ തലമറക്കാത്ത മൗലവിമാരെ കണ്ടാലല്ല പറയേണ്ടത്. റസൂലുള്ളാഹി തങ്ങളെ കണ്ടാൽ ശൈത്താൻ ആ രൂപത്തിൽ വരൂല, അത് ഞാൻ തന്നെയാണെന്ന് സ്വഹീഹ് മുസ്ലിമിൽ 29-ാമത്തെ പേജ് 8-ാമത്തെ വാള്യം പറയുന്നു. ഇതൊന്ന് എടുത്തു നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, എന്നിട്ട് അതിനെപ്പറ്റി സംസാരിക്കണം. ഇനി നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വിദാഇൽ വെച്ചുകൊണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല, ഹജ്ജിനെ വിരമിക്കാൻ വേണ്ടി നിസ്കാരത്തിൽ നമ്മൾ വിരമിക്കുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ഹജ്ജിൽ നിന്ന് വിരമിക്കുമ്പോൾ തലമുടി നീക്കം ചെയ്തുകൊണ്ടാണ് വിരമിക്കുക. ഈ തലമുടി നീക്കം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അൻസാറുകളെയും സ്വഹാബാക്കളെയും വിളിച്ചുകൊണ്ട് ഇഖ്സിംഹു ബൈനന്നാസ്, ഈ എന്റെ ശറഫാക്കപ്പെട്ട തലമുടി നിങ്ങൾ എല്ലാവരുടെയും ഇടയിൽ വിതരണം ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തു. ആ മുടി സൂക്ഷിച്ചു വന്നിരുന്ന ഹസ്റജും ഔസും എന്ന് പറയുന്ന രണ്ട് ഗോത്രക്കാർ, ഔസും ഹസ്റജും, ഈ രണ്ട് ഗോത്രക്കാർ പാരമ്പര്യത്തോളമായി അവിടുത്തെ ശറഫാക്കപ്പെട്ട തിരുകേശം സൂക്ഷിച്ചു വന്നു. അങ്ങനെ വന്ന ആ പരമ്പരയിലുള്ള അബൂദാബിയിലുള്ള ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദ് മുഹമ്മദ് ഹസ്റജി എന്ന് പറയുന്ന മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്ന നിർദ്ദേശപ്രകാരം അവിടുത്തെ തിരുകേശം കാന്തപുരം ഉസ്താദിന് ലക്ഷക്കണക്കിന് വിശ്വാസികളെ സാക്ഷിയാക്കി മർക്കസ് സമ്മേളനത്തിൽ കൊടുത്തതല്ല വിഷയം. ഇനി ഇവർക്കെന്താ വിഷയം? അതിന് സനദുണ്ടോ? അതിന് സനദുണ്ടോ, തെളിവുണ്ടോ എന്നാ ചോദ്യം. എന്നാൽ നിങ്ങൾക്ക് മറുപടി ആയിക്കൊണ്ട് നിങ്ങൾ റസൂലുള്ളാഹിന്റെ തിരുദേശത്തെ മോശമായി ചിത്രീകരിക്കുന്നത് റസൂലുള്ളാഹിക്ക് അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്തുകൊണ്ട് തിരുകേശം മർക്കസ് എത്തിച്ചു കൊടുത്തു, സനദ് വായിച്ചുകൊണ്ട്. അറബി അറിയോ? അറബി അറിയുമോ? അറബിയിലുള്ള സനദ് പേര് വായിച്ചുകൊണ്ട് അതാ ലക്ഷക്കണക്കിന് വിശ്വാസികളെ സാക്ഷി നിർത്തി ആ സനദ് കൊടുത്തു. ഇനി മടക്കാൻ വന്നിട്ട് ഷേറെ മുബാറക്കിന് തെളിവുണ്ടോ നോക്കാൻ നടക്കണ്ട. അത് നല്ല രൂപത്തിൽ കുറഞ്ഞ ഭാഗം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ബാക്കി മുഴുവനും ഒരു CD നിങ്ങൾക്ക് വാങ്ങിയാൽ കാണാൻ കഴിയും. ആരും കാശ് കൊടുക്കണ്ട, നിങ്ങളത് കാണട്ടെ എന്ന് മനസ്സിലാക്കി അൽ മദീനയുടെ വക നിങ്ങൾക്ക് സൗജന്യമായി തിരുകേശം സനദ് വായിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ ഹസ്റജി, ആ പരമ്പരയിലുള്ള മഹാനവറുകൾ ഉസ്താദിനെ ഏൽപ്പിക്കുന്ന സനദിന്റെ തെളിവുള്ള CD നിങ്ങൾക്കിതാ ഒരു CD കിട്ടും. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെ വാങ്ങാൻ പറ്റൂ. കാരണം അധികം വാങ്ങരുത്, എല്ലാവർക്കും അത് എത്തണല്ലോ. സൗജന്യമായി ഒന്നും കൊടുക്കേണ്ടതില്ല. സത്യം മനസ്സിലാക്കാൻ ഈ വഹാബി പാതിരിമാരുടെ ഈ കെടുവേളയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാ പറയുന്നത്. അതിന്റെ കുറഞ്ഞ ഭാഗം നബിയിലെ കുറഞ്ഞ ഭാഗം കൊടുത്തേ. എന്നെ സന്തോഷിപ്പിക്കുകയാണ് ഷെയറെ മുബാറക്ക് കൊടുക്കുന്ന ഹസ്റജിയാണ് അറബിയിൽ പറയുന്നത്. അതിന്റെ പരിഭാഷ ബഹുമാനോടെ പേരോട് സാഹിബ് പരിഭാഷപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയുന്നത് പേരോട് സാഹിബ് പരിഭാഷപ്പെടുത്തുന്നത് തലക്കിന് വെച്ചുകൊടുക്കെ, അത് വളരെ നല്ല പോലെ മനസ്സിലാക്കുക. എന്നെ സന്തോഷിപ്പിക്കുകയാണ് أن أعلن باسم سيد الوالد سماحة الإمام محمد الخزرجي رضي الله عنه, എന്റെ വന്യരായ പിതാവ് സമാഹത്തുൽ ഇമാം മുഹമ്മദുൽ ഖസ്റജി റളിയല്ലാഹു അൻഹുവിന്റെ
ഖസാനത്തുൽ ഖസ്റജിയ എന്ന ആ മഹത്തായ സംരംഭത്തിന്റെ ആ ബോർഡിന്റെ അതിന്റെ നേതാവും പ്രസിഡന്റുമാണെന്ന നിലക്കും ആ വിഷയം നിങ്ങളുടെ മുമ്പിൽ അറിയിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ. نقل أمانتي وحفظي وصوني وخدمتي. അതെ, അമാനത്ത് സൂക്ഷിപ്പിന്റെയും അതുപോലെ കാത്തു സൂക്ഷിക്കുന്ന സംരക്ഷിക്കുന്നതിന്റെയും സേവനത്തിന്റെയും കാര്യം ഞാൻ നീക്കിവെക്കുകയാണ്. شعرة نبوية طاهرة من الذات النبوية الشريفة. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വന്ന ഏറ്റവും സംശുദ്ധമായ മഹത്തായ പവിത്രമായ അവിടുത്തെ പുണ്യ കേശം മുടി إلى فضيلة الشيخ العالم أبو بكر بن أحمد مسليار. الله أكبر الله أكبر الله أكبر. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുടികളിൽ നിന്ന് ഞങ്ങളുടെ ആധാറുകളിൽ ഞങ്ങൾ സൂക്ഷിച്ചു വരുന്ന മുടി മഹാനായ ഷെയ്ഖ് അബൂബക്കർ അഹ്മദ് അവറുകളിലേക്ക് ഞാൻ അതിന്റെ സൂക്ഷിപ്പ് ഇപ്പോൾ നീക്കിക്കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. الله أكبر الله أكبر. تدعيما منا لموقفه وشكرا على ما يبذله من أجل نشر العلم وخدمة الإسلام الحنيف. പരിശുദ്ധ ഇസ്ലാമിന്റെ സേവനവും വിജ്ഞാനത്തിന്റെ പ്രചരണവും അതിനുവേണ്ടി അദ്ദേഹം ചിലവഴിച്ച സമയങ്ങളും സന്ദർഭങ്ങളും പ്രയാസങ്ങളും അതിനെല്ലാം നന്ദിയായി അവിടുന്ന് കാണിച്ച ഈ ദീനീ സേവനത്തിന്റെ വക ആദരവായി അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ഞാൻ ഇതാ ഷെയ്ഖ് അബൂബക്കറിന് കൈമാറാൻ പോവുകയാണ്. الله أكبر الله. تكريما له واختصاص من سيدي مولاي ورسول الله صلى الله عليه وآله وصحبه وسلم. ഇത് ഷെയ്ഖ് അബൂബക്കർ അവറുകൾക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വകയിലുള്ള ഒരാദരവായിട്ടാണ് ഞാൻ ഇത് നീക്കം ചെയ്യുന്നത് എന്നുകൂടി നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. وسيتفضل الشريف الشيخ سيدي محمد قاضي بقراءة السند الشريف. والسلام عليكم ورحمة الله تعالى وبركاته. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം മഹാനായ ഷെയ്ഖ് അബൂബക്കറിലേക്ക് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സയ്യിദി മുഹമ്മദ് ഖാദി അവറുകൾ അതിന്റെ സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ഷെയ്ഖ് അബൂബക്കർ അവറുകളുടെ കയ്യിലേക്ക് ഞാൻ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട സഹാബത്ത് അൻസാരികളായ സഹാബത്തിന്റെ ഗോത്രപരമ്പരയിൽപ്പെട്ട UAE ഗവൺമെന്റിന്റെ ഔഖാഫിലെ മന്ത്രിയായിരുന്ന മഹാനവറുകളുടെ മകനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ആ മന്ത്രി സമാഹത്തിൽ ഇമാം മുഹമ്മദ് അൽ ഖസ്റജി അവരുടെ മകൻ അഹ്മദ് മുഹമ്മദ് അൽ ഖസ്റജി അവറുകളാണ് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഉസ്താദ് അവറുകളുടെ കയ്യിലേക്ക് കൈമാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഇതേവരെ ഈ മുടി ഉസ്താദ് അവരുടെ കയ്യിലേക്ക് കൈമാറാത്തതെന്നും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദ് അവറുകളോട് ഷെയ്ഖ് അഹമ്മദ് അവറുകൾ പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فهذا سند مني انا الواضع. ഇനി സനദ വായിക്കണം. നിങ്ങൾക്ക് ഇതുവരെ കിട്ടേണ്ടുന്ന സനദാണ് അദ്ദേഹം വായിക്കുന്നത്. കേട്ടു. صحيحي في ختامه ومقيد اسمي هنا لبيانه وإعلانه. الدكتور الشيخ أحمد ابن الجهبذ النحرير عماد المحققين وفقيه المسلمين مفتي المذهبين العالم الجليل سيد الشيخ محمد بن سيدي الورع المدقق العلامة الشيخ أحمد ابن الإمام العالم العامل سيدي حسن ابن العلامة الجليل سيدي الشيخ محمد ابن العالم الجليل سيدي الشيخ علي ابن العلامة الجليل سيدي الشيخ محمد ابن العالم العلامة ناشر العلوم في الجزر والصحاري سيدي أحمد ابن ذي الرئاستين العالم الورع الولي الصالح سيدي ومولاي عبد الله الملقب بنور الدين
ابن الإمام العالم المهاجر في سبيل الله تعالى سيدي أحمد ابن الآمر بالخيرات سيدي هلال ابن سيدي عبد الله ابن سيدي هلال ابن الجليل سيدي عبد الله ابن الجليل سيدي هلال ابن سيدي عبد الرحمن ابن سيدي الشيخ الجليل سعيد ابن سيدي ومولاي هلال ابن سيدي الجليل سعيد ابن الشيخ الهمام سيف ابن الإمام عبد الرحمن الكبير ابن الإمام حسن ابن العلامة الإمام الحافظ شيخ الأنصار محمد ابن الإمام العلامة إسحاق ابن الجليل سيدي إبراهيم ابن سيدي أفلح ابن سيدي رافع ابن سيدي إبراهيم ابن سيدي أفلح ابن سيدي الجليل عبد الرحمن الأكبر ابن التابعي الجليل عبيد ابن سيدنا رفاعة صاحب رسول الله صلى الله عليه وسلم من أهل بيعة الرضوان وبدر وأحد وما بعد ذلك من المشاهد كلها ابن صاحب رسول الله صلى الله عليه وسلم سيدنا رافع ابن مالك بن العجلان الزرقي أول من أسلم من الأنصار أحد الستة وأحد الاثنى عشر وأحد السبعين من أهل بيعة العقبة الأولى والثانية الذي اختاره سيد الخلق صلى الله عليه وسلم نقيبا من نقباء الأنصار رضي الله تعالى عنهم وعن ذرياتهم أجمعين. وبه أشهد أني نقلت إلى فضيلة العالم العامل الشيخ الجليل أبو بكر بن أحمد المسليار أمانة وحفظ وصيانة وخدمة أثر عظيم لسيد الأنبياء والمرسلين من الآثار التي شرفني الله عز وجل بانتقالها إلي بأسانيدها الصحيحة المتواترة المتصلة إلى الحضرة الطاهرة النبوية صلوات ربي وسلامه عليه وعلى آله وصحبه وسلم. അപ്പോ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ സനദ് വായിച്ചുകൊണ്ട് നിങ്ങളെയും കേൾപ്പിച്ചുകൊണ്ടാണ് ഇപ്പൊ കൊടുത്തത്. അതുകൊണ്ട് ആ CD വാങ്ങിക്കൊണ്ടുപോയാൽ അതിന് മുഴുവൻ വിവരണവും അതിലുണ്ട്. അതോടൊപ്പം പറയുന്നത് സീറ്റ് ഓഫ് മദീനയുടെ 3 CD അടങ്ങിയ നമ്മുടെ കുട്ടികളെ പാട്ടും അതുപോലെ തന്നെ ഖസീദത്തുൽ നുഅ്മാനിയും ഹനീഫ് റസാ ഖാദിരിന്റെ നാത്ത് ഷരീഫൊക്കെ അടങ്ങിയ CD അത് 85 രൂപയാണ് അതിന്റെ വിലയെങ്കിലും ഈ സദസ്സിൽ ഇൻഷാ അല്ലാഹ് 60 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് അത് കിട്ടും. 60 രൂപയ്ക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളത് സ്വന്തമാക്കണം, കൈവശപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സഹോദരന്മാരെ, പിന്നെ മൗലവി എന്ത് ചെയ്തു എന്നറിയോ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി വളരെ മോശക്കാരനാണെന്നും റസൂലുള്ളാഹി തങ്ങളെക്കാൾ മോശക്കാരൻ വേറെ ഇല്ലെന്നൊക്കെ പറഞ്ഞ ആ മൗലവിമാരുടെ ക്ലിപ്പ് ഞാനിട്ടപ്പോൾ മൗലവി പറയാണ്, അത് കേവി അങ്ങനെ പറയണതില്ലേനോ, അത് അങ്ങനെ പറഞ്ഞതല്ല, അത് ഇങ്ങനെ പറഞ്ഞതാ. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെ ആയത്, അപ്പൊ അങ്ങനെ ആയത് ഇങ്ങനായി. ചെറിയ LP ക്ലാസ്സിലെ കുട്ടികൾ സ്കൂളിൽ പറയുമ്പോ മറുപടിയാ, അങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങനെയായി, അങ്ങനെ പറയേണ്ടതില്ല നമുക്കുണ്ട്. റസൂലുള്ളാഹി തങ്ങളെ പറ്റി മോശമായി പറഞ്ഞതാ. അപ്പൊ ആ വിഷയങ്ങളൊക്കെ ഞാൻ കാണിച്ചപ്പോ അദ്ദേഹം അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. എന്നാൽ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, അവിടെ തന്നെ ബാലുശ്ശേരി പറഞ്ഞിരുന്നു, കൂട്ടുപ്രാർത്ഥനയെക്കാളും ഉത്തമം, കൂട്ടുപ്രാർത്ഥന നടത്തുന്നതിനേക്കാളും നല്ലത് ഒരു സ്ത്രീയെ വ്യഭിചരിക്കലാണെന്ന് ആ മനുഷ്യൻ ഇവിടെ വെച്ച് പറഞ്ഞിരുന്നു. അതൊന്ന് വെച്ചുകൊടുത്തേ. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞവൻ KNM-ന്റെ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല. സമൂഹമേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നില്ല? ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ, മറുഭാഗത്തൊരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കണ്ടാൽ, മറുഭാഗത്തൊരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കണ്ടാൽ പിശാച് ഏറെ സന്തോഷിക്കുക വ്യഭിചരിക്കുന്ന പ്രവൃത്തിയല്ല, ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ടാണ് എന്ന് പറയുന്നത് സുഫിയാനു സൗരിയാണ്. ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ടാണ് എന്ന് പറയുന്നത് സുഫിയാനു സൗരിയാണ്. ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ടാണ് എന്ന് പറയുന്നത് സുഫിയാനു സൗരി.
സുഫിയാൻ സൗരിയാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോ സുഫിയാൻ സൗരി അങ്ങനെ പറഞ്ഞതായി തെളിയിച്ചാൽ 1 കോടി ഇനാമ ഞാൻ നൽകുമെന്ന് പറഞ്ഞപ്പോ അത് കാന്തപുരത്തിന് കൊടുത്തേക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞത്. സുഫിയാൻ സൗരിയുടെ പേരിൽ പച്ചക്കള്ളം കെട്ടിയ വഹാബികളെ സുഫിയാൻ സൗരി ഇമാം റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞതായി നിങ്ങൾ തെളിയിച്ചാൽ മടക്കരയുള്ള വിശ്വാസികൾ കൂട്ടത്തോടെ മുജാഹിദിലേക്ക് വരും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ തെളിയിക്കണം. സുഫിയാൻ സൗരിയുടെ പേരിൽ കെട്ടുകഥയോ? നിങ്ങൾക്ക് വ്യഭിചരിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ട് സുഫിയാൻ സൗരിയുടെ മേൽ കെട്ടുകയോ? സുബ്ഹാനല്ലാഹ്. നിങ്ങളത് തെളിയിക്കണം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അറിയോ? ബാലുശ്ശേരി അങ്ങനെ പറയാൻ കാരണം അത് ബിദ്അത്തിന്റെ കടുപ്പം മനസ്സിലാക്കാനാണ്. ഒരാളെ തിന്മയിൽ നകറ്റാൻ വേണ്ടി ഹറാമ് കൽപ്പിക്കുക, ഒരാളെ തിന്മയിൽ നകറ്റാൻ വേണ്ടി ഹറാമ് പ്രോത്സാഹനം. നല്ല മോഡലാ, നല്ല ഉഷാറുണ്ടാവും. നിങ്ങൾക്കേ നടക്കുള്ളൂ. വല്ലാത്ത തന്റെ ഉള്ള ടീം തന്നെയാണ്. ഒരാളെ തിന്മയിൽ നകറ്റാൻ വേണ്ടി വ്യഭിചാരത്തിന് സപ്പോർട്ട് കൊടുക്കുക. അയ്യത്തും പറയട്ടെ, മൗലവി പറയുന്നത് കേൾക്കൂ. ഇവിടെ വന്ന എന്തിനു വേണ്ടിയാണ് പറഞ്ഞത്? ബിദ്അത്തിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ്. ഇത് ബാലുശ്ശേരി മാത്രം പറഞ്ഞതല്ല. പിന്നെയോ ബിദ്അത്തിന്റെ ഗൗരവം വ്യക്തമാക്കി കൊടുക്കുമ്പോ ബാലുശ്ശേരിയുടെ ശൈലി എന്ന നിലക്ക് അദ്ദേഹം മറ്റൊരു ഹറാമ് ചെയ്യുന്നതിനേക്കാൾ ഗൗരവമാണ് ബിദ്അത്ത് എന്ന് വാദിക്കുന്ന സുഫിയാൻ സൗരിയെ പോലെയുള്ള പണ്ഡിതന്മാരുടെ മഹത്തുക്കളുടെ വാക്കുകൾ എടുത്തുദ്ധരിക്കുമ്പോ ബാലുശ്ശേരിയുടെ ശൈലി എന്ന നിലക്ക് ഹറാമ് എന്ന് പറഞ്ഞ പദത്തിന് ഏതെങ്കിലും ഒരു ഹറാമിനെ ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞു. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അത്രേ ഉണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ. ബിദ്അത്തിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി വ്യഭിചരിച്ചോളിയും ഫത്വ, നല്ല ഫത്വ എന്നെ മൗലവിമാരെ. നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം 5 നേരം പള്ളിയിലുണ്ടല്ലോ. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് അദ്ദേഹം അതിനെ ന്യായീകരിച്ചാണ്, ദുർവ്യാഖ്യാനം നടത്തുകയാണ്. ഇതിനെ എങ്ങനെയൊക്കെയോ ദുർവ്യാഖ്യാനം നടത്താൻ സാധിച്ചു. കാരണം ഇത് മറ്റുള്ളവർ കേട്ട ബുദ്ധിമുട്ടല്ലേ. പിന്നെ എന്തെല്ലാം വിഷയങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞു. അതിനെപ്പറ്റി നിങ്ങൾ എന്താ പറയാത്തത്? എന്തേ നിങ്ങൾ പറയാത്തത്? ദുർവ്യാഖ്യാനിക്കാൻ കഴിയുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മയമാക്ക എന്ന് വിളിച്ചാൽ മതിയെന്ന് സുഹൈർ ചുങ്കത്തർ പറഞ്ഞു. മൂസാ നബിയെ മൂസാക്ക എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി എന്താ അക്ഷരമുണ്ടാത്തത്? അത് ക്ലിപ്പ് കട്ട് ചെയ്തതാണോ? തെളിയിക്കാൻ കഴിയുമോ? കട്ട് ചെയ്ത ക്ലിപ്പാണോ? കട്ട് ചെയ്യാത്ത ക്ലിപ്പാ ഞാനിട്ടത്. എന്തേ നിങ്ങൾക്ക് മറുപടിയില്ലേ? റസൂലുള്ളാഹിനെ പറ്റി മയമാക്ക എന്ന് പറയുന്നത് മറുപടിയില്ലേ? ഒന്ന് കാണിച്ചു. രാത്രി ഇരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക. അതെ, മയമാക്ക. അതിനെപ്പറ്റി മറുപടി അദ്ദേഹത്തിനില്ല. റസൂലുള്ളാഹിനെ മയമാക്ക എന്ന് വിളിച്ചു. ഇനി മൂസാ നബിയെ വിളിക്കുന്നത് കേൾപ്പിച്ചു കൊടുക്കൂ. മൂസാ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. നബി മൂസാ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. മൂസാ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. വർത്താനം കണ്ടാൽ അദ്ദേഹത്തിന് 5 വ്യാപ്ലാന്ന് ഇപ്പൊ മൂസാ നബി, മൂസാക്ക, മൂസ സാഹിബ്. അതിന് മറുപടിയില്ലേ മൗലവി? ഇത്തരം 1-2 ക്ലിപ്പുകൾ നാട്ടുകാരിടയിൽ ഒന്ന് മെല്ലെ തിരിച്ച് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു പോയി. ഇതിനൊന്നും മറുപടിയില്ലേ? മൂസാക്ക എന്നോ മൂസ സാഹിബ് എന്ന് വിളിക്കാൻ പറ്റുമോ? റസൂലുള്ളാഹിനെ എന്തെങ്കിലും നിനക്ക് അങ്ങനെ വിളിക്കാൻ പോയി മനസ്സിൽ കരുതാൻ പറ്റുമോ? നിങ്ങൾക്ക് മറുപടിയില്ലേ? എന്തെല്ലാം വിഷയങ്ങൾ. പിന്നെ അല്ലാഹു തആലക്ക് കയ്യും കാലുണ്ടെന്ന് ഇവർ പറഞ്ഞപ്പോ അത് നമ്മൾ എടുത്തു പറഞ്ഞത് അള്ളാഹിനെ കളിയാക്കിയത്. മുജാഹിദ് ബാലുശ്ശേരി അള്ളാഹിനെ കളിയാക്കിയത് കണ്ടില്ലേ? എന്തേ കളിയാക്കിയത്? അല്ലാഹു തആലക്ക് മലയാളം അറിയില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആലക്ക് കയ്യും കാലും അതിന്റെ ഭാഷാവസ്ഥാനം പറയണല്ലോ. രൂപം ശരീരം പിന്നെ ഏത് ഭാഷക്കാരനാ നോക്കണ്ടേ? എന്തൊക്കെ ക്ലിപ്പ് ഉണ്ടെന്ന് പറയാൻ കിട്ടാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്താൻ. സുബ്ഹാനല്ലാഹ്, നെട്ടിത്തിരിച്ചു പോകും. നിങ്ങൾ ഇങ്ങനെ തുടർന്ന് നമ്മുടെ നാട്ടുകാർക്ക് ഇതൊക്കെ കാണാൻ അൽഹംദുലില്ലാ സൗകര്യമാണ്. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു നിങ്ങൾക്ക് അത് നോക്കാൻ. ജനങ്ങൾക്ക് മതം പഠിപ്പിക്കാനാണ് ഖുതുബ. അപ്പൊ ചില ചോദ്യം എന്താ? എന്നാ പിന്നെ ബാങ്ക് മലയാളത്തിലായിക്കൂടെ? നിസ്കാരം മലയാളത്തിലായിക്കൂടെ? അതിനെപ്പറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. അത് അതിലുള്ളതല്ലേ? അത് വേറെ തന്നെ ആരോ ഫിറ്റ് ചെയ്ത് കൊടുത്താണ്. അത് അതിലുള്ളതല്ല. അത് നേരത്തെ അഡ്വാൻസ് ആയി പറയാം. പിന്നെ അതിന്റെ ഇടയിൽ കടത്തിക്കൂട്ടി ക്ലിപ്പ് കട്ട് ചെയ്തൊന്നും പറയണ്ട. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അത് വേറെ ആരോ ചെയ്തു കൊടുത്താണ്. അത് ഞാൻ ചെയ്തതല്ല. അപ്പോ അല്ലാഹു തആലക്ക് മലയാളം അറിയില്ല. ഇത് അള്ളാന്റെ മദ്ഹ അല്ലേ? അല്ലാഹു തആലക്ക് മലയാളം അറിയില്ല എന്നത്. സുബ്ഹാനല്ലാഹ്. ഇതിനെന്തേ നിങ്ങൾ മറുപടി പറയാത്തത്? എന്തേ അതിന് മറുപടി പറയാതെ ഗ്രൂപ്പിസം പറഞ്ഞു പോയ മൗലവി? മറുപടിയില്ലേ നിങ്ങൾക്ക്? എന്നിട്ടോ പെണ്ണ് കാണാൻ പോകുന്ന രംഗം ഇവർ വിശദീകരിച്ചിരുന്നു. എങ്ങനെ ഒരാളെ പെണ്ണ് കാണാൻ പോകേണ്ടത് നല്ല നമ്മൾ ചെറുപ്പക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇസ്ലാമിന്റെ രീതിയാ പെണ്ണ് കാണാൻ പോകേണ്ട രീതി. മൂപ്പർക്ക് ചെറുപ്പക്കാരെ പ്രതീക്ഷയുള്ളൂ. പ്രായമുള്ളവരെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. ചെറുപ്പക്കാർ എനിക്ക് വല്ലാത്ത പ്രതീക്ഷ മൂപ്പർ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് അത് ഞാൻ ഇവിടെ വെച്ചു. അതിനൊന്നും മറുപടിയില്ല.
ഒന്ന് രണ്ട് ക്ലിപ്പിങ്ങിന് മാത്രം മറുപടി പറഞ്ഞു അല്ലേ? ഇത് ഞാൻ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തതാ. പെണ്ണ് കാണാൻ പോകുന്ന രംഗം. അതിന് മൗലവി മറുപടി പറഞ്ഞിട്ടില്ല. അതൊന്ന് കാണാത്ത ആൾക്കാർ കേൾപ്പിച്ചോട്ടെ, കുറച്ച് കേൾക്കല്ലേ. അങ്ങനെ പെണ്ണ് കാണുമ്പോ വളരെ നേരത്തെ തന്നെ എന്തൊക്കെ ആലോചിക്കണോ? പക്ഷേ എന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഭാര്യനെ സെലക്ട് ചെയ്യുന്നത് 1.5 മിനിറ്റ് കൊണ്ടാ. ഇങ്ങനെ ചിന്തിക്കണേ, പറയുന്നത് ശരിക്കും ചിന്തിക്കണോ? പെണ്ണ് കാണാൻ പോണ്ടേ? ആ പോണം. നമ്മുടെ തലശ്ശേരി ഉസമട്ടമ്മൽ ഒരു പെൺകുട്ടിയുണ്ട്. നാളെ മോള ഡിഗ്രിക്കാ പഠിക്കണേ. ശരി, എന്നാ ഒന്ന് പോവുക? ഞായറാഴ്ച പോവാം. ശരി, നീ കൂടെ വരുമോ? ആ ഞാൻ കൂടെ വരാം. അങ്ങനെ പോയി അവിടെ ചെന്ന് ആദ്യം തന്നെ ഒരു ചമ്പലമൊക്കെ ഉണ്ടാവുമല്ലോ, കാണാൻ പോവുകയാണല്ലോ. അപ്പൊ അവിടെ ഇരിക്കും കൊലായിൽ. അപ്പൊ മോളെ അണിയിച്ചൊരുക്കിയൊക്കെ ഒരു റൂമില് കണ്ടോളി മേടിച്ചല്ലോ. എന്താ പേര്? ആമിന. ഇതെല്ലാം പഠിക്കുന്നത് ഡിഗ്രിക്ക്. നേമട്ടെ എത്ര? 1/2 മിനിറ്റ്. ഒരു സ്ഥലത്തൊരു പെണ്ണുണ്ട്. ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. ആ പെൺകുട്ടി ഇന്നേരത്താണ് പഠിക്കുന്നത്, ഇന്ന സ്ഥലത്താണ്. എന്തു വേണമെന്നറിയോ? യുവാക്കളോടാട്ടോ, വിവാഹിതരാകാത്ത യുവാക്കളോട് നിങ്ങൾ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ട്, അതുകൊണ്ടാ പറയുന്നത്. പെണ്ണുണ്ടെന്ന് കേട്ടാ പോയി കാണരുത്, ഒരിക്കലും പോയി കാണരുത്. ആ പെണ്ണ് ഏത് കോളേജിലാ പഠിക്കുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കോളേജ് പഠിക്കണാണെങ്കിൽ ആ കുട്ടി ഏത് ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അവള് കയറുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് ആ ബസ്സിൽ നിങ്ങൾ അവളെ ഫോളോ ചെയ്ത് കയറുക. അവളുടെ ബസ്സിലെ നിപ്പ്, ബസ്സിലെ ഇരുത്തം, ബസ്സിലെ പെരുമാറ്റം, ബസ്സിലെ അവളുടെ ബിഹേവിയർ, അവളുടെ മറ്റ് അംബീഷൻസുകൾ, അഭിലാഷങ്ങൾ, അവൾ ചെയ്യുന്ന പ്രവൃത്തികൾ, കാര്യങ്ങൾ നിങ്ങൾ കാണുക. ബസ് ഇറങ്ങിയിട്ട് അവൾ കോളേജിലേക്ക് പോകുന്നത് എങ്ങനെ? കോളേജിലെ കുട്ടികളോട് അവൾ എങ്ങനെ? കോളേജിലെ ടീച്ചേഴ്സിനോട് അവൾ എങ്ങനെ? പരിശോധിക്കണം. കുട്ടിക്കാലത്ത് 7ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ പ്രിൻസിപ്പാളിനെ ഹെഡ് മാസ്റ്റർ ചെന്ന് കാണണം. മാഷേ, ഇന്ന ആളുടെ ഇന്ന മകള് ഇന്ന കാലത്ത് ഇന്ന രജിസ്ട്രേഷന്റെ കീഴിൽ ഇവിടെ പഠിച്ചിരുന്നു. അപ്പൊ ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്യുമ്പോ അവളുടെ കൂട്ടുകാരികളോട്, അവളുടെ കൂടെ പഠിച്ചവരോട്, അവളെ പഠിപ്പിച്ച ടീച്ചർമാരോട്, അവളുടെ നാട്ടുകാരോട്, അവളുടെ പിന്നാലെ അവളറിയാതെ അവളെ നിങ്ങൾ പരിശോധിക്കണം. പെട്ടുപോകരുത് മക്കളെ. കഴിയില്ലേ? അതും അതിൽ കടത്തിക്കൂട്ടിയതാണ്. അഡ്വൈസായി പറയാം, അത് അതിലോ കടത്തിക്കൂട്ടിയതാണ്, അതിൽ പെട്ടതല്ല. അപ്പോ ഇങ്ങനെയാണ് പെണ്ണ് കാണേണ്ടതെന്ന് പഠിപ്പിക്കുന്നത്. ഇത് ഇസ്ലാമികപരമാണ്. എന്തേ നിങ്ങൾ അതിന് മറുപടി പറയാത്തത്? അതിന് മറുപടി അവർക്കില്ല. ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഇസ്ലാമികപരമാണെന്ന് പറഞ്ഞത്. ചെറുപ്പക്കാരുടെ പ്രതീക്ഷ നല്ല തന്നെ. അപ്പോ ഇങ്ങനെ ഈ സ്ത്രീകളെ ഇങ്ങനെ പെണ്ണ് കാണാൻ പോകുന്ന രൂപം ഇയാളെ പഠിപ്പിച്ചു. എന്റെ മൗലവിമാർ എവിടെ എത്തിയറിയിപ്പോ? പെൺകുട്ടികളെ കാണാൻ പോകുന്ന ശൈലി പഠിപ്പിച്ചിട്ട് ഇപ്പൊ മൗലവിമാർ എവിടെ എത്തിയെന്നറിയോ? ഈ മൗലവിമാർ, KV ലത്തീഫ് മൗലവി എന്ന് പറയുന്ന മൗലവി, നിങ്ങൾ ഇങ്ങനെ എന്റെ മുമ്പിൽ ഇരിക്കുന്നത് പോലെ പരശതം സ്ത്രീകളെ മുമ്പിൽ ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് അവരെ ഇങ്ങനെ കസർത്ത് എടുക്കുന്നേ. ഏത്? ഖുർആനിന്റെ ഖുൽയായുൽ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്ത് ഓതിക്കൊണ്ട്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വേറെ സൂറത്താണെന്നറിയില്ല, ക്ലിപ്പ് വെക്കുമ്പോ കാണും. ആ സൂറത്ത് ഓതിക്കൊണ്ട്, ഖുർആനിലുള്ള ഒരു സൂറത്ത് ഓതിക്കൊണ്ട് സ്ത്രീകളുമായിട്ട് ഇങ്ങനെ കമാൻഡ് അടിക്കാൻ ഓവർ. ഏത്? ഈ രൂപത്തിൽ പെണ്ണ് കാണാൻ പഠിപ്പിച്ച മൗലവിമാർ. എന്നിട്ട് ബാക്കി പിന്നെ ഞാൻ പറഞ്ഞുതരാം. അതൊന്നും കളിപ്പിച്ചു കുടിക്കാൻ വയ്യ, ബാക്കിയൊന്നും കൂടാനില്ലാത്ത വയ്യ. മനസ്സിലായില്ല? എളുപ്പം ഒരു തീരുവ. അതെങ്ങനെ? അതിങ്ങനെ ഇതിങ്ങനെ കിടന്ന് കളിക്കുക. ഇത് നിൽക്കൂല, അത് കേടുന്ന റേഡിയോ എന്നാക്കും പോലെ. ആണോ? പെണ്ണുങ്ങളെ മുമ്പിൽ ഇരുത്തി ക്ലാസ് എടുക്കണം. മൂപ്പർ പെണ്ണുങ്ങളെ ചാക്കിലാക്കുക. എന്തിനാ? പെണ്ണുങ്ങളെ കൈമിലെടുക്കുക മൂപ്പർ. പെണ്ണുങ്ങളെ അലംതറക്ക സൂറത്താട്ടോ, പുലിയാൽ കാഫിറിനല്ല, അലംതറക്ക സൂറത്ത് ഓതിയിട്ട് ഇങ്ങനെ പെണ്ണുങ്ങളെ ഇങ്ങനെ കയ്യിലെടുക്കുക. എന്നിട്ട് മൂപ്പർ പൂതി എന്താ അറിയോ? മൂപ്പർ പൂതി വല്ലാത്ത പൂതിയാ. കാരണം പെണ്ണ് കാണാൻ പോകുന്നെങ്കിൽ മൗലവിമാർ ഇക്കോലത്തിലാണെങ്കിൽ പൂതി മാറ്റം ഉണ്ടാവുമല്ലോ. അദ്ദേഹത്തിന് നാവോടനെ പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റൂല. അദ്ദേഹത്തിന്റെ പൂതി എന്താന്ന് പെണ്ണുങ്ങന്മാരോട് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ പെണ്ണുങ്ങന്മാരോട് ഞാൻ പറയുന്നത് പറയട്ടെ. നിങ്ങൾ ഒരു പൂച്ച റോഡ് ക്രോസ് ചെയ്താൽ കറുത്ത പൂച്ചയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കറുത്ത പർദ്ദയുള്ളോ? കേട്ടോ, ക്രോസ് ചെയ്താൽ അടങ്ങറാവും. നിങ്ങളെ കണ്ടാലും അടങ്ങറാവും അല്ലേ? നിങ്ങളെ കണ്ടാൽ അടങ്ങറാവും, അത് വേറെ വിഷയം. അതടക്കട്ടെ. അപ്പോ ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല, സഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല. അപ്പോ
നിങ്ങളെ കണ്ടിടങ്ങാറാവും മൂപ്പർ പറയാം നമ്മളോട് പറയാനാവില്ല. അപ്പൊ ഈ രൂപത്തിലാണ് മൗലവിമാർ എത്തിച്ചെല്ലുന്നത്. സ്ത്രീകളെ കാണാൻ വലിയ രൂപത്തിൽ എല്ലാ ബിഹേവിയർ ഒക്കെ മനസ്സിലാക്കിയിട്ട് മൂപ്പർക്ക് ഇങ്ങനെ ഖുർആൻ ക്ലാസ് എടുക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ എന്തൊക്കെ ഹാലുകളാണ്. മൂപ്പറന്നെ സമ്മതിക്കുക, ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, അദ്ദേഹം പറഞ്ഞതാ. പർദ്ദധാരികളായ സ്ത്രീകളോട് പറയുകയാണ് ഈ രൂപത്തിൽ ഇവരെത്തി. ഈ രൂപത്തിൽ എത്തിയത് മാത്രമല്ല, ഇനി ഈ രൂപത്തിലായാൽ തന്നെയും സ്ത്രീകൾ എങ്ങനെയായിരിക്കണം അവരുടെ ഔറത്തെന്ന് അവർ മനസ്സിലാക്കാൻ എല്ലാ വിഷയത്തിലും ഒപ്പിച്ചുകൊണ്ടാന്നല്ലേ സംഭവം പെട്ടെന്ന് ഏത്. അതെ, അപ്പൊ ആ രൂപത്തിലാക്കി എടുക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്നത് എന്താ അറിയോ? നിങ്ങൾ സ്ത്രീകളോട് പറയുകയാണ് നിങ്ങൾ ഔറത്ത് മറക്കുമ്പോൾ സൗകര്യാർത്ഥം മറച്ചാൽ മതി. എങ്ങനെ സൗകര്യാർത്ഥം? അത് തന്നെ പഠിപ്പിക്കുന്നു, എന്റെ വക പഠിപ്പിക്കുന്നതല്ല. നിസ്കാരത്തിൽ സ്ത്രീകൾ മുഴുവൻ മറക്കേണ്ടതില്ല എന്ന് അവരുടെ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നു. എന്താ പഠിപ്പിക്കുന്നത്? അരയിൽ ഒരു കൈമുണ്ട് മാത്രം ധരിച്ചാലും മതി. ഉമ്മ, ബാപ്പ, ആങ്ങള, പെങ്ങന്മാർ, എളാമ, കാരണവന്മാർ, അമ്മായി, എളാപ്പ മുതലായവരാണ് ബന്ധുക്കൾ. നമസ്കാരത്തിൽ മുതലായവരാണ് ബന്ധുക്കൾ. നമസ്കാരത്തിൽ ഔറത്ത് മാത്രം മറച്ചാൽ മതി. സൂക്ഷ്മത്തിന് മുട്ടുപൊക്കലിനും മറക്കുകയാണ് ആണിനും പെണ്ണിനും നല്ലത്. മനസ്സിലായില്ല? ഒന്നുകൂടെ അരയിൽ ഒരു കൈമുണ്ട് മാത്രം ധരിച്ചാലും മതി. ഉമ്മ, ബാപ്പ, ആങ്ങള, പെങ്ങന്മാർ, എളാമ, കാരണവന്മാർ, അമ്മായി, എളാപ്പ മുതലായവരാണ് ബന്ധുക്കൾ. അല്ലേ? അവരാണ് ബന്ധുക്കൾ. നമസ്കാരത്തിൽ ഔറത്ത് മാത്രം മറച്ചാൽ മതി. ഈ ബന്ധുക്കൾ ഉള്ളപ്പോ നമസ്കാരത്തിൽ ഔറത്ത് മാത്രം മറച്ചാൽ മതി. സൂക്ഷ്മത്തിന് വേണ്ടി മുട്ടുപൊക്കിളിന്റെ ഇടയിൽ മറക്കുകയാണ് ആണിനും പെണ്ണിനും നല്ലത്. ബാക്കി അങ്ങ് ഒഴിച്ചു വിട്ടേക്ക്. അപ്പൊ നല്ല സുഖമായല്ലോ, എളുപ്പത്തിലായല്ലോ. ഔറത്തിന്റെ വിഷയത്തിലും അവർ സ്ത്രീകൾ മാറ്റിമറിച്ചു. എന്നിട്ടോ ഔറത്തിന്റെ വിഷയത്തിൽ മാറ്റിമറിച്ചു. ഇനിയിപ്പോ ഇവർക്ക് എന്തുവാണോ? എപ്പോഴും പെണ്ണുങ്ങൾ ഇങ്ങനെ സ്പർശിച്ചുകൊണ്ടിരിക്കണം. ആരെ? സ്വന്തം ഭാര്യൻ തന്നെ ആയിക്കോട്ടെ. എന്തിനാണ് അവരെന്താ വഴി ഉണ്ടാക്കുന്നത്? അതിന് ഇവർക്ക് വഴിയുണ്ട്. ഇവർക്ക് എന്ത് ഇറക്കാലോ? കാരണം വഹിയിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലായി കൊടുത്ത വഹിയല്ല ഇവർക്ക് പുളിക്കൽ ഇറങ്ങണം വഴി. മലപ്പുറത്തെ പുളിക്കൽ കോളേജിൽ വഹി ഇറങ്ങിയാലേ ഇവർ ദീനാവുള്ളൂ. ഇവരെന്താ പഠിപ്പിക്കുന്നത്? ഭാര്യയെ തൊട്ടാൽ മുറിയുമെന്ന വിശ്വാസം പിശാചിന്റെ ആസൂത്രിതമായ ഒരു പണിയാണ്. 1993 സെപ്റ്റംബർ സൽസബിയിൽ പേജ് 84. ഭാര്യനെ തൊട്ടാൽ മുറിവില്ല, അത് പിശാചിന്റെ പ്രത്യേകമായ ഒരു പണിയാണ്. അപ്പൊ ഇടക്കിടക്ക് തൊട്ടുകൊടുക്കണ്ടേ മൗലവിമാരെ? അതിനെടുത്ത് വെച്ച പണിയല്ലേ? അല്ലാഹു സലാമത്താക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ദിക്റാട്ടോ നിങ്ങൾ ചൊല്ലിക്കോളൂ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. മൗലവിക്ക് ഹാലോ സുബ്ഹാനല്ലാഹ്, മൗലവിക്ക് ഇങ്ങനെ ഹാലോ. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ തങ്ങളും പാണക്കാട് തങ്ങളും അല്ലെങ്കിൽ ഖലീൽ തങ്ങളും നമ്മളടക്കം, ഞാനൊരു തങ്ങളാണല്ലോ, അവരൊന്നും തങ്ങന്മാരല്ല. പിന്നെ ആരാ തങ്ങള്? അശോക സിംഗാളും അദ്വാനിയും അതുപോലെ തന്നെ മറ്റുള്ള നാരായണി അമ്മയാണ് തങ്ങന്മാർ എന്ന് പറഞ്ഞ അദ്ദേഹം. അതിന്റെ ക്ലിപ്പ് ഞാനിട്ടു, ബാലുശ്ശേരി പറഞ്ഞ ക്ലിപ്പ്. അതിനും അവർക്ക് മറുപടിയില്ല. ഉണ്ടെങ്കിൽ പറയണ്ടേ നിങ്ങൾ? എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല? തങ്ങന്മാരുടെ കൈ ഹറാമിന്റെ കൈയാണ്, തൊട്ടുമുട്ടാൻ പാടില്ല എന്ന് ബാലുശ്ശേരി പ്രസംഗിച്ചില്ലേ? എന്തേ മറുപടിയില്ലേ നിങ്ങൾക്ക്? എന്തേ മറുപടി പറയാതിരുന്നത്? അതിന് മറുപടിയില്ലേ? എന്നിട്ടോ ഭഗവത്ഗീത പാടിക്കൊണ്ട് അർജുനൻ സ്വർഗത്തിലാണെന്നും അർജുനൻ പ്രവാചകനാണെന്നും പഠിപ്പിച്ച ബാലുശ്ശേരിയുടെ ക്ലിപ്പ് ഞാനിട്ടപ്പോൾ എന്തേ മറുപടി പറയാതെ പോയ മൗലവി? മറുപടിയില്ലേ? ഭഗവത്ഗീത പാടിയിട്ട് അർജുനൻ സ്വർഗത്തിലും പ്രവാചകനും. ഖുർആനാ തെളിവ്. ഖുർആൻ തെളിവ്. എന്തേ മറുപടി പറയാത്തത്? മറുപടിയില്ലേ? ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കൂ നിങ്ങൾ. അതിനും അവർ മറുപടി പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു കാര്യം, ഭീകരവാദവും തീവ്രവാദവും ഞാൻ പറഞ്ഞപ്പോ മൂപ്പർക്ക് വേഗം പൊള്ളിപ്പോയി. അതിന്റെ ക്ലിപ്പൊക്കെ ഞാൻ ഇട്ടുകൊടുത്തപ്പോ മൂപ്പർ പൊള്ളിപ്പോയി. ഭീകരവാദവും തീവ്രവാദവും. എന്നിട്ട് അത് ഇട്ടിട്ട് പറഞ്ഞു കുട്ടികളെ കഴുത്ത് പിടിച്ച് നെരിച്ച് കൊല്ലണം പറഞ്ഞത് അങ്ങനെ പറഞ്ഞതല്ല, അത് വേറെ പശ്ചാത്തലമുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്. ഒരു കൾച്ചറൽ പഠിപ്പിക്കാൻ വേണ്ടി ഇതാണോ ജീവിക്കൽ? ഒരാൾക്ക് ഒരു കൾച്ചറൽ സ്വഭാവം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇങ്ങനെയാണോ പഠിപ്പിക്കേണ്ടത്? ഇനി നിങ്ങൾ നോക്കൂ. ഓക്കെ, അത് നിങ്ങൾ മറുപടി പറഞ്ഞ് ഒപ്പിച്ചു പോയാലും ഇതിനെന്തേ നിങ്ങൾ മറുപടി അറിയാതിരുന്നത്? ഇതാ 1981 അൽമനാർ ഒക്ടോബർ മാസം. ഇതിനെന്താ പറയുന്നത്? ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവർ വിഡ്ഢിയും വഴിപേച്ചവരുമാകുന്നു. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആവശ്യപൂരണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ അത് നീക്കുമെന്നും സുഖസൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസ്സിനെ സംരക്ഷിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവർ അവിശ്വാസിയും മുശ്രിക്കുമായിരിക്കും. അവനെ കൊല്ലൽ നിർബന്ധമാണ്. മക്ബറകളിലേക്ക് നേർച്ച കൊടുക്കുന്നവനെ കൊല്ലൽ നിർബന്ധമാണെന്ന് എഴുതി വെച്ച മുജാഹിദ് സെന്ററിൽ പ്രസിദ്ധീകരിച്ച അൽമനാറിന്റെ കോപ്പിയായ എന്റെ കയ്യിൽ ഈ കൊലക്ക് നിങ്ങൾ എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല? കൊല ചെയ്യാൻ ഉത്തരവ് പുറപ്പെടുവിച്ച നിങ്ങളുടെ നേതാക്കന്മാർ ഇതിനും മറുപടിയില്ല. സുബ്ഹാനല്ലാഹ്. ഇനി എന്താണെന്നറിയോ വിഷയം?
മക്ബറകൾ അത് പൊളിച്ചു കളയണമെന്ന് ഉമർ മൗലവി പറഞ്ഞപ്പോൾ അയാൾ ക്ലിപ്പിംഗ് ഇട്ട് പറഞ്ഞു. ഉമർ മൗലവി അങ്ങനെയല്ല പറഞ്ഞത്. ഉമർ മൗലവി എങ്ങനെ പറഞ്ഞത്? ഉമർ മൗലവി പറഞ്ഞവർ മക്ബറകൾ ഉണ്ടാക്കിയവർ പൊളിക്കണമെന്നാണ് ഉമർ മൗലവി പറഞ്ഞത്. അയാൾ അങ്ങനെ പറഞ്ഞെങ്കിൽ ഓക്കെ. എന്നിട്ട് ഇയാൾ പറയുന്നു മുജാഹിദ് മക്ബറകൾ പൊളിക്കൂല, മുജാഹിദുകൾ മക്ബറകൾ പൊളിക്കാൻ നിർദ്ദേശം കൊടുക്കൂല, ഉണ്ടാക്കിയവർ പൊളിക്കണം എന്നാണ് മുജാഹിദിന്റെ വാദി. ജാറം പൊളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, പൊളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഹദീസിലുള്ളതാ. ആര് പൊളിക്കണം? ഉണ്ടാക്കിയവർ പൊളിക്കണം, നാട്ടുകാർ പൊളിക്കണ്ട. മുജാഹിദ് പ്രസ്ഥാനം പൊളിക്കൂല. ആര് പൊളിക്കണം? ഉണ്ടാക്കിയവർ പൊളിക്കണം. അടിവരയിട്ട് മനസ്സിലായി, അടിവരട്ട് മനസ്സിലാക്കി ഉണ്ടാക്കിയവർ പൊളിക്കണം. ഉമർ മൗലവി അങ്ങനെ പറഞ്ഞെങ്കിൽ ഓക്കെ. അതിന്റെ കൂടെ വേറൊരു ക്ലിപ്പും കൂടി ഞാൻ എന്തെന്ന് ലോകനേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ റൗള ശരീഫിൽ ആ പച്ചക്കുമ്പ അടിച്ചു തരിപ്പണമാക്കി റസൂലുള്ളാഹിന്റെ ശരീരം മസ്ജിദ് നബവിക്ക് പുറത്ത് നമ്മൾ മറമാടുമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ആ പറഞ്ഞതിന് എന്തേ നിങ്ങൾ മറുപടി പറയാതിരുന്നത്? കുബ്ബ പൊളിക്കുമെന്ന് പറഞ്ഞില്ലേ? റസൂലുള്ളാഹിന്റെ ജാറം പൊളിക്കുമെന്ന് പറഞ്ഞില്ലേ? മുജാഹിദിന് മരണം കിട്ടിയാൽ അതിന് മറുപടിയില്ലേ? ഓരോന്നിനും മാത്രം മറുപടി. അത് പറഞ്ഞെടുത്ത് തെറ്റാണെന്നും ജാറം മുസ്ലിം സമുദായത്തിന് ആപത്താണെന്നും ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. റസൂലുള്ളാഹിന്റെ ഖബർ കുന്നിച്ചിട്ടില്ല. ആ ഖബറിന്റെ ചുറ്റുമുള്ള വീട് മോടി പിടിപ്പിക്കുകയും അതിന്റെ മേലത്തെ ആളുകൾ പച്ചക്കുപ്പ കൊണ്ടുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പൊളിച്ചു കളയാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ല എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് കേരള നേതൃത്വത്തിൽ മുജാഹിദിന് സൗദിയുടെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ പച്ചക്കുപ്പ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ ഖബറിനെ പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പൈപ്പിനെ നിർമ്മിക്കുന്നതുമാണ്. യാതൊരു സംശയവും വേണ്ട. ഇൻഷാ അല്ലാഹ് കേരള നേതൃത്വത്തിൽ മുജാഹിദിന് സൗദിയുടെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ പച്ചക്കുപ്പ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ ഖബറിനെ പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പൈപ്പിനെ നിർമ്മിക്കുന്നതുമാണ്. യാതൊരു സംശയവും വേണ്ട. ഒരു സംശയവും വേണ്ട. കേരള നേതൃത്വത്തിൽ മുജാഹിദാണോ മദീനത്തെ കൊമ്പ് ഉണ്ടാക്കിയത്? മദീനത്തെ ജാറം ഉണ്ടാക്കിയത് മുജാഹിദാണോ? മുജാഹിദ് പൊളിക്കുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? മുജാഹിദിന് ഭരണം കിട്ടിയാൽ ഞങ്ങൾ പൊളിക്കുമെന്നാണ് സക്കരിയ സലാഹി പറയുന്നത്. ഇയാൾ പറയുന്നതോ മുജാഹിദ് പൊളിക്കുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മറുപടി ഉണ്ടെങ്കിൽ പറയണം. നിങ്ങൾ റസൂലുള്ളാഹിന്റെ ജാറം പൊളിക്കാൻ നിങ്ങൾക്കുള്ള സമാധാനം, റസൂലുള്ളാഹിന്റെ ജാറം പൊളിക്കാൻ നിങ്ങൾ ആഗ്രഹം ലോകത്ത് ഖിയാമത്ത് നാൾ നിങ്ങൾക്ക് വില പോകില്ല. ഈമാനുള്ള വിശ്വാസമുള്ള കാലത്തോളം ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കണം. എന്നിട്ട് പറയാം ഔലിയാക്കന്മാരുടെ ജാറം പൊളിക്കാൻ ഹദീസിലുണ്ട്. നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞ ഔലിയാക്കന്മാരില്ല, പിന്നെ കൊണ്ട് ജാറം വരിക? അതല്ല, ഔലിയാക്കന്മാരെ ജാറം പൊളിക്കണം ഖുർആൻ ഹദീസിലുണ്ട്. ഔലിയാക്കന്മാർ ഇല്ലാന്നാ നിങ്ങൾ പറഞ്ഞു. പിന്നെ എങ്ങനെ ജാറം വരിക? പരസ്പര വൈദ്യം പറയുന്ന വഹാബി മൗലവിമാരെ ഇനി നിങ്ങൾക്ക് നോക്കൂ. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നിലമ്പൂര് അദ്ദേഹത്തിന് ഇടയ്ക്കിടയുള്ള മക്കാമ വിളിച്ചത് പേരോട് ഉസ്താദ് മലയാള മനോരമയുടെ കട്ടിങ് എടുത്തുകൊണ്ട് വിശദീകരിച്ചു രേഖാമൂലമാ. അദ്ദേഹം പറയുന്നു അവർ മുജാഹിദിന്റെ പ്രവർത്തകരൊന്നല്ല, അത് മുജാഹിദിന് മെമ്പർഷിപ്പ് ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ പലതും പറയാം. ഇവിടെ വന്നിട്ട് പറഞ്ഞു പോയി തിരുവരങ്ങാടി പ്രസ് നമ്മളെ പ്രസല്ല. രണ്ടു വട്ടം ഞാൻ വെല്ലുവിളിച്ചു, ഞാൻ തെളിയിക്കാൻ തയ്യാറുണ്ടോ? പിന്നെ അതിനെപ്പറ്റി ഉണ്ടായിട്ടില്ല. അങ്ങനെ പലതും നാവ് നീളുള്ള ആൾക്ക് പറഞ്ഞു പോകാൻ പറ്റും. സഹോദരന്മാരെ, പിന്നെ പറഞ്ഞത് ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബി ദിനത്തെ പറ്റിയിട്ട് ഈ സക്കരിയ സലാഹി പഠിപ്പിക്കുന്ന എന്താ അറിയോ? നബി ജയന്തി. റസൂലുള്ളാഹിന്റെ നബി ദിനത്തെ പറ്റി നിങ്ങൾ മനസ്സിലാക്കണം എന്റെ നാട്ടുകാരെ. എന്തൊരു ദേഷ്യമായി ഇവർക്ക് എന്നിട്ട് പറയാ റസൂലുള്ളാഹിനെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്ത് നേട്ടം കിട്ടാനാ? റസൂലുള്ളാഹിനെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്ത് ലാഭം കിട്ടാനാ? ഞങ്ങൾക്കൊന്നും കിട്ടാനില്ല, കിട്ടാനുണ്ടെങ്കിൽ ഞങ്ങൾ പറയോ എന്നൊക്കെ പറയുന്നു. എന്നിട്ട് റസൂലുള്ളാഹിന്റെ നബി ജയന്തി എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ? സക്കരിയ സലാഹി പറയുന്നത് കേട്ടോളൂ. അതിനാണ് നിങ്ങൾ ഒതുങ്ങി നിൽക്കുന്നത്. കൊടി തോരണങ്ങൾ കെട്ടി വീടുകൾ അലങ്കരിച്ച് പള്ളിക്ക് പെയിന്റ് അടിച്ച് അല്ലേ? എന്നിട്ട് പറഞ്ഞെന്താ എല്ലാ നേതാക്കന്മാരുടെയും ജയന്തി കൊണ്ടാടുമ്പോൾ നേതാക്കളുടെ നേതാവായി നബിയുടെ ജയന്തി കൊണ്ടാടേണ്ടതല്ലേ? അപ്പൊ തെളിവ് ശ്രീകൃഷ്ണ ജയന്തി, ഗുരു നാനാക്ക് ജയന്തി, നെഹ്റു ജയന്തി, ഗാന്ധി ജയന്തി, അപ്പൊ പിന്നെ മുഹമ്മദ് നബി ജയന്തിയും വേണ്ടേ? സുബ്ഹാനല്ലാഹ്. ശ്രീകൃഷ്ണ ജയന്തിയോടൊപ്പം റസൂലുള്ളാഹിന്റെ നബിദിന ജയന്തി. എന്താ നിങ്ങൾ ഇങ്ങനെ കഴക്കിപ്പത്ത് വേണ്ടേ? നിങ്ങൾ എന്താ വിശ്വാസം? നിങ്ങൾ ആരെ പറ്റിയാ പറയുന്നത്? ലോക നേതാവിനെ പറ്റിയോ? നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? എന്നിട്ട് ഇവരെ വിശ്വാസം നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ മാസത്തിലും 12-നാണ് ജനിച്ചതെന്ന് ലോകം അംഗീകരിച്ചതാ. എന്നിട്ട് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചത് റമദാനിലാണ്. എന്നാലേ മുജാഹിദ് ആവുള്ളൂ. അങ്ങനെ പറയണം. പറയട്ടെ. നബി ജനിച്ച ദിനം, ആ ജനിച്ചതും റബീഉൽ അവ്വലിനല്ല, റമദാനിലാണ്. മുഹമ്മദ് നബിയായത് റമദാനിലാണ്. അല്ലേ? 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 ആർക്കാ അതിലെതിരെ അഭിപ്രായം? പിന്നെ റസൂല് ജനിച്ച ദിനം, അതാണ് മുഹമ്മദിന്റെ ദിനം. മുഹമ്മദ് ജനിച്ച ദിനം, അവിടെ നബിയില്ല, റസൂലില്ല. നബി ജനിച്ചപ്പോ റസൂലല്ല, അത് ഈസാ നബിയാണ്. അത് ഖുർആൻ വേർതിരിച്ചു പറഞ്ഞു.
കണ്ടോ, റമദാനിലെ റസൂൽ ജനിച്ചത് വഹാബിന്റെ ഒരു മൗലവി, വഹാബിയുടെ ഒരു മൗലവി പറയുന്ന റമദാനിലെ ജനിച്ചത്. എന്നാൽ വഹാബിയുടെ വേറൊരു മൗലവി അനസ് മൗലവി, അദ്ദേഹം പറയുന്നത് അറിയോ, റമദാനിലൊന്നല്ല ജനിച്ചത്, റസൂൽ ജനിച്ചത് റബീഉൽ അവ്വൽ 12 തന്നെ. അയാളെ തീരുമാനം പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. കുന്തം പോലെ നോക്കി നിൽക്കുന്ന വഹാബികളെ ഞാൻ ചോദിക്കുന്നു, ഏത് വിശ്വസിക്കണം? നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുന്ന ഏതാ വിശ്വസിക്കേണ്ടത്? റമദാനിലാണെന്ന് ഒരുത്തം പറയും, ഒരുത്തം പറയും റബീഉൽ അവ്വൽ, ഏതാ വിശ്വസിക്കേണ്ടത്? ഇനി കുറച്ചു കാലം പറയാൻ ഇവർ പറയുന്നത് അറിയോ, അങ്ങനെ ഒരു നബി എന്നെ ഇല്ല. ഒരുത്തം പറഞ്ഞ് റമദാനിൽ, ഒരുത്തം പറഞ്ഞ് റബീഉൽ അവ്വൽ, ഇനി കുറച്ചു കാലം അങ്ങനെ നബി എന്നെ ഇല്ലാന്ന് പറയൂ. ഇവർ അങ്ങനെ പറയൂ. ഇത്രത്തോളം പറഞ്ഞാൽ അത് പറയാൻ വല്ല മടിയുണ്ടോ? ഈ രൂപത്തിലാണ് ഇവരുടെ സംസ്കാരം. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നതിന് ഞാൻ ഒരുപാട് തെളിവ് പറഞ്ഞു. എന്റെ കരളെ, പൊന്നെ, തേനെ, മുത്തേ, എത്ര തെളിവ് ഞാൻ പറഞ്ഞു, എത്ര തെളിവ് നിന്നോട് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ? എത്ര തെളിവ് പറഞ്ഞു. ഈ കിതാബൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, സുബ്ഹാനല്ലാഹ്, അൽ ഹാവിലിൽ ഫതാവ. ഈ അൽ ഹാവിലിൽ ഫതാവയിൽ അതിന് ക്ലിപ്പിട്ട് കൊടുക്കൂ. ഞാൻ പറഞ്ഞതാ, അത് ക്ലിപ്പിനെ കാണാം. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ അറിയോ, ജന്മദിനം, ആ ജന്മദിനം കൊണ്ടാണല്ലോ ഇവിടെയുള്ളത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൽ ഹാവിലിൽ ഫതാവയിൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഫയുസ്തഹബ്ബു ലനാ ഐലൻ, ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു, നമുക്കത് സുന്നത്താണെന്ന്. അൽ ഹാവിലിൽ ഫതാവയുടെ 206-ാമത്തെ പേജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ആ ഭാഗം നിങ്ങൾ സ്പർശിച്ചില്ല? ഒന്നിക്കൽ ഉണ്ടെന്ന് പറയുക, അല്ലെങ്കിൽ ഇല്ലെന്ന് പറയുക. രണ്ടാലൊരു മറുപടി. അടുത്ത വരവിനെങ്കിലും മൗലവി, ഏത് വരവിന്, എത്ര വരവ് വന്നു, മരിച്ചെടുത്ത് നിന്നാ പോരെ? മറുപടി പറയാനൊക്കെ വരണോ? അൽ ഹാവിലിൽ ഫതാവ ഇതാ, അൽ ഹാവിലിൽ ഫതാവയാണ് എന്റെ കയ്യിലുള്ളത്. ഇതിലുള്ള തെളിവാ ഞാൻ പറഞ്ഞത്. മറുപടി എന്തേ പറയാത്തത്? എന്തേ മറുപടി പറയാത്തത്? എന്നിട്ടോ ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസ്, ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു 3 ലക്ഷം ഹദീസ് മനപാഠമാക്കിയ നേതാവ്, ആ നേതാവ് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ ജന്മദിനത്തിൽ അറവ് നടത്തിയിരുന്നു. ആ ഹദീസ് ഞാൻ ഉദ്ധരിച്ചപ്പോ മൗലവി പറയാട്ടോ, ഒരു പ്രാവശ്യം നടത്തിയാൽ രണ്ടാമത്തെ പ്രാവശ്യം നടത്താൻ. അപ്പൊ ഒരു പ്രാവശ്യം നടത്തിയാൽ ബിദ്അത്തും, എല്ലാ പ്രാവശ്യം നടത്തിയാൽ സുന്നത്ത്. നിങ്ങൾ ചോദിച്ചു നോക്കും അവരോട്, നിങ്ങൾ അവരോട് മൗലവിയോട് ചോദിച്ചു നോക്കും, നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചു നോക്കും. റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചു തന്നില്ലേ, മാതൃക കാണിച്ചു തന്നില്ലേ, അറവ് നടത്തി മാതൃക കാണിച്ചു തന്നില്ലേ? അപ്പൊ ഇവർ അങ്ങനെ 2 ദിവസം നടത്തി ചോദിക്കും, 3-ാമത്തെ ദിവസം നടത്തിനോ, 3 ദിവസം നടത്തി ചോദിക്കും, 4-ാമത്തെ ദിവസം നടത്തിനോ, ഇങ്ങനെ ചോദിച്ചു. എന്നിട്ട് അവസാനം പറയൂ, ഇവർക്ക് ഇപ്പൊ എന്താ വേർഡ് അറിയോ, ഖുർആനിൽ ഇങ്ങനെ കാണണം, നിബിദിനങ്ങൾ നടത്താം എന്ന് മലയാളത്തിൽ എഴുതി കാണുക. എന്നാലും ഇവർ വിശ്വസിച്ചു. എനിക്ക് അങ്ങനെ തോന്നുന്നു. ഖുർആനിലെ ഇങ്ങനെ കാണണം, നബിദിനം നടത്താൻ കുഴപ്പമില്ല എന്ന് കണ്ടാൽ ഇവർ വിശ്വസിച്ചു. കാരണം കിതാബിന്റെ തെളിവ് പറഞ്ഞോട് ചോദിക്കാണ്, നബിതങ്ങൾ അറവ് നടത്തിയിരുന്നു, അത് ഹഖീഖയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, അത് ഒറിജിനൽ സന്തോഷത്തിന് അറവ് തന്നെ. 3 ലക്ഷം ഹദീസ് മനപാഠമാക്കിയ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ പറഞ്ഞത് ഉദ്ധരിച്ചില്ലേ? മറുപടിയില്ലേ നിങ്ങൾക്ക്? എല്ലാ കൊല്ലവും നടത്തിയിട്ടില്ലേ? എന്തെങ്കിലും പറഞ്ഞ ഒഴിഞ്ഞു മാറില്ല. ഇനിയോ, നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ, ഇബ്നു തൈമിയ നിങ്ങളെ നേതാവാണ്. നിങ്ങളെ നേതാവ് ഖുർആനും ഹദീസും അവിടെ വെക്കും. മൗലവി ഖുർആനും ഹദീസും വലിയ ചർച്ച ചെയ്യാം. നിങ്ങളെ നേതാവ് ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ പറയുന്നത് നബിദിനം കൊണ്ടാടാം. ഞാനത് പറഞ്ഞു, ആ പറഞ്ഞതൊന്ന് കേൾപ്പിച്ചു കൊടുക്കൂ. അതിന് മറുപടി പറഞ്ഞില്ല. അവരുടെ നേതാവ് ഇബ്നു തൈമിയ അദ്ദേഹത്തെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ തന്നെ നിങ്ങളെ നേതാക്കന്മാർ പറ്റുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നേതാക്കന്മാർ ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? നിങ്ങളെ നേതാവ് ഇബ്നു തൈമിയ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ പറയുന്നു. എന്താ പറയുന്നത്? ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ എന്താ പറയുന്നത്? ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തത്. ഇപ്പൊ തന്നെ വായിച്ചു തരാം, നിങ്ങൾക്ക് മുന്നിടാലോ. ഫതഅദീമുൽ മൗലിദി വത്തിഹാദുഹു മൗസിമ قد يفعله بعض الناس ويكون له فيه أجر عظيم لحسن قصده وتعظيمه لرسول الله صلى الله عليه وسلم. ജനങ്ങൾ പൊതുവെ ചെയ്തു വരുന്ന മൗലിദിനെ ബഹുമാനിക്കലും ആഘോഷം സംഘടിപ്പിക്കലും വലിയ പുണ്യമുള്ള കാര്യമാണ്, വലിയ കൂലിയുള്ള കാര്യമാണ്. നല്ല കരുത്തുണ്ടെങ്കിൽ അത് പുണ്യമുള്ള കാര്യമാണെന്ന് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ നിങ്ങളുടെ വലിയ നേതാവ് ഇബ്നു തൈമിയ പറഞ്ഞത് 3-ാമത്തെ ഖണ്ഡനത്തിലും ഞാൻ ആവർത്തിക്കുന്നു. ഇതിൽ ഇബ്നു തൈമിയ മീലാദ് കൊണ്ടാണ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറുപടി ഉണ്ടെങ്കിൽ പറയണേ മൗലവി. വളരെ വിനയമായി ചോദിക്കട്ടെ. 3-ാമത്തെ തവണയും ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിലാണ് പറഞ്ഞത്, ഇബ്നു തൈമിയയാണ് പറഞ്ഞത് നബിദിനം കൊണ്ടാടാം. പോരാ,
അതിന് പുറമെ നിങ്ങൾ അൽ മുർഷിദ് ഞാൻ വായിച്ചു. അൽ മുർഷിദ് പഴയ കാലത്ത് അൽ മുർഷിദ്, ഈ അൽ മുർഷിദിൽ ഹിജ്റ 1397 അൽ മുർഷിദ് ഞാൻ വായിച്ചു. നബിദിനം കൊണ്ടാടണം, അത് നല്ല കാര്യമാണെന്ന് നിങ്ങൾ അൽ മുർഷിദിൽ, സുന്നി വോയിസിലല്ല, സുന്നി റിസാലയിലല്ല, സിറാജിലല്ല, അഫ്താറിലല്ല, മറ്റു മാസികയിലല്ല, നിങ്ങൾ അൽ മുർഷിദിൽ നിന്ന് ഞാൻ വായിച്ചു. ഇതിനും നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. മുജാഹിദുകളുടെ മുൻകാല നേതാക്കൾ പറയുന്നു കൊണ്ടാടാം എന്ന് പറഞ്ഞതിന് മറുപടിയില്ലേ മൗലവി? എന്തേ മറുപടിയില്ലാത്ത? കഴിഞ്ഞു. പിന്നെ ഇവർക്കുള്ള ബേജാറെന്താ അറിയോ? നബിദിനം നടത്തിയാൽ ആംബുലൻസ് ഒക്കെ പോകുമ്പോൾ ബ്ലോക്കായി പോകൂ. നബിദിനം 12 വരുമ്പോ ആംബുലൻസ് ഒറ്റ വരുത്തായി MM ഇങ്ങോട്ടേക്ക്. നമ്മളെ മടക്കരയിൽ നബിദിനം പുറപ്പെടുമ്പോ MM ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസ് ഒറ്റ വരുത്താം. ഇവരെ സെലഫി ഫെസ്റ്റ് വെക്കുമ്പോ ആംബുലൻസിന് അന്ന് ബന്ധായിരിക്കും, ഹർത്താൽ. അങ്ങനെയാ, നല്ല കോലുണ്ട്. നബിദിനം വെക്കുമ്പോ മാത്രം ആംബുലൻസ് വരിക, സെലഫി ഫെസ്റ്റ് വെക്കുമ്പോ ആംബുലൻസ് ബന്ദ്, ഹർത്താൽ. ഈയടോ ആരോടാ ഇത് പറയുന്നത്? ബുദ്ധിയുള്ള മനുഷ്യന്മാരോട് പറയാൻ പറ്റുമോ?